Hi students, hello, welcome to the principles of inheritance and variation. അപ്പോൾ മക്കളെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇയറിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു ബോർഡ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ആ ചാപ്റ്റർ നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഫുള്ളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ്റെ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒരു 1.5 hours കൊണ്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാം. അതായത് 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് സെലക്റ്റഡ് ബൈ മെന്റൽ ക്വസ്റ്റ്യൻ വരാം. മോണോഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് ചോദിക്കാം. ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ചോദിക്കാം. ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് ചോദിക്കും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും എന്താണെന്നും ഉദാഹരണങ്ങളും ചോദിക്കും. മൾട്ടിപ്പിൾ അലലിസം, ഡൈഹൈബ്രിഡ് ക്രോസ്, 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഉപയോഗിച്ചുള്ള, അതായത് 2 ക്യാരക്ടർ ഉപയോഗിച്ചുള്ള ഡൈഹൈബ്രിഡ് ക്രോസ്, പിന്നെ അതേപോലെ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, ലിങ്കേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻ, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലിയോട്രോപ്പി, അതേപോലെ സെക്സ് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂട്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത്, മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ചിലർ പ്രത്യേകിച്ചിട്ട് ചില ഭാഗത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ടെസ്റ്റ് ക്രോസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മെന്റേലിയൻ ഡിസോർഡേഴ്സ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ്, സെക്സ് ഡിറ്റർമിനേഷൻ തുടങ്ങിയിരിക്കുന്ന ഭാഗം കമ്പാരിറ്റീവ്ലി കൂടുതൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. എന്തായാലും നമുക്ക് ഓരോ പോയിന്റുകളും നമുക്ക് നോക്കിയിട്ട് ഈ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എങ്ങനെയാണത് നിങ്ങൾക്ക് മനസ്സിലാക്കി എങ്ങനെയാണ് മുഴുവൻ മാർക്ക് വാങ്ങുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുമ്പോൾ ഈ ജെനറ്റിക്സിനെ പറ്റി പറയുമ്പോൾ ഹു വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് ചോദിച്ചാൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ആണ്, ഓർ സ്റ്റഡി ഓഫ് ദ ഹെറിഡിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ദ ജീൻ എന്ന് പറയാം. ജീൻ ഈസ് ദ ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രിഗർ മെന്റൽ ആണ്. ഗ്രിഗർ ജോൺ മെന്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു വ്യക്തിത്വമാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫാദർ ജോൺ ഗ്രിഗർ മെന്റൽ. ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലേ. അദ്ദേഹം എന്തിന്റെ മേലെയാണ് പരീക്ഷണം നടത്തിയതെന്ന് ചോദിച്ചാൽ ഗാർഡൻ പീയുടെ മേലെയാണ് പരീക്ഷണം നടത്തിയത്. എന്തിന്റെ മേലെയാണ്? ഗാർഡൻ പീയുടെ മേലെയാണ് പരീക്ഷണം നടത്തിയത്. എന്ന് മുതൽ 1856 to 1863 വരെയുള്ള 7 years ആണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് പൈസം സറ്റൈവം എന്ന് പറയുന്ന ഗാർഡൻ പീയുടെ മേലെ. ആ ഒരു ഗാർഡൻ പീല് അദ്ദേഹം എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത്? ദിസ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ ടേബിൾ ഞാൻ ടേബിളേറ്റ് ചെയ്തതിൽ ഫസ്റ്റ് പോയിന്റ് 7 pairs of contrasting trait or 7 character used by Mendel for his hybridization experiment. മെന്റൽ ഉപയോഗിച്ച 7 ക്യാരക്ടർ അല്ലെങ്കിൽ 7 പെയർ 7 പെയർ ഓഫ് ട്രേറ്റുകൾ ഏതൊക്കെയാണ്? അതിലേതാണ് ഡോമിനന്റ്, ഏതാണ് റിസസീവ്? ഇത് നീറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബോർഡ് എക്സാമിനും 1 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണിത്. അപ്പോൾ നമ്മൾ പറയുന്നു 7 ക്യാരക്ടറിനെ അല്ലെങ്കിൽ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെ, ഓപ്പോസിറ്റ് ട്രേറ്റുകളെ മെന്റൽ സെലക്ട് ചെയ്തു ഗാർഡൻ പീല്. അതേതൊക്കെയാന്ന് നോക്കൂ. ഒന്നാമത്തത് സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ്. സ്റ്റെമ്മിന്റെ ഹൈറ്റ് എന്ന ക്യാരക്ടർ എടുക്കുമ്പോൾ അതിന് 2 ട്രേറ്റുകളുണ്ട്, ടോളുമുണ്ട്, ഡ്വാർഫുമുണ്ട്. ഇതിലുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഡോമിനന്റ് ആണ്, രണ്ടാമത് എടുത്തിരിക്കുന്ന എപ്പോഴും റിസസീവ് ആണ്. ആ പോയിന്റ് മനസ്സിലാക്കുക. ഡോമിനന്റും അപ്പൊ ടോൾ ഡോമിനന്റ് ആണ്, ഡ്വാർഫ് റിസസീവ് ആണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം F1 ജനറേഷൻ ഫസ്റ്റ് ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടറാണ് ഡോമിനന്റ് ക്യാരക്ടർ. F1 ജനറലിൽ കാണാത്ത ക്യാരക്ടറാണ് റിസസീവ് ക്യാരക്ടർ. അപ്പോൾ ഡോമിനന്റ് ടോളും ഡ്വാർഫും കൂടെ ക്രോസ് ചെയ്താൽ F1 ജനറേഷനിൽ ടോള് മാത്രമേ കിട്ടൂ എന്നാണ് അർത്ഥം. F2 ടോളും ഡ്വാർഫും കിട്ടും, പക്ഷെ F1 ടോൾ മാത്രമേ ഉള്ളൂ. അത് രണ്ടാമത്തെ ക്യാരക്ടർ ഫ്ലവർ കളറാണ്. അതിന് വയലറ്റും വൈറ്റുമാണ്.
വയലറ്റ് ഡോമിനന്റ് ആണ്, വൈറ്റ് റിസസീവ് ആണ്. അതുപോലെ ഫ്ലവറിന്റെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ആക്സിയലും ടെർമിനലുമാണ്. ആക്സിയൽ ഡോമിനന്റ് ആണ്, ടെർമിനൽ റിസസീവ് ആണ്. ഇനി പോഡ്, ആ ഔട്ടർ കവറിങ്, പോഡിന്റെ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ പോഡിന്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ്, പരന്നത് ഡോമിനന്റ് ആണ്, കോൺസ്ട്രിക്റ്റഡ് ചുളുങ്ങിയത് എന്താണ് റിസസീവ് ആണ്. പോഡിന്റെ കളർ എടുക്കുകയാണെങ്കിൽ ഗ്രീൻ, അപ്പോൾ പച്ച പയർ ഓർമ്മിക്കുക, പച്ച പുറന്തോട്, അപ്പോൾ പോഡ് കളർ ഗ്രീൻ ആൻഡ് യെല്ലോ എന്ന് ഓർമ്മിച്ചാൽ മതി. ഗ്രീൻ ആണ് ഡോമിനന്റ്, യെല്ലോ റിസസീവ് ആണ്. അതുപോലെ സീഡിന്റെ കളർ എടുക്കുകയാണ് നേരെ തിരിയണം, യെല്ലോ ഡോമിനന്റും ഗ്രീൻ റിസസീവ്. ഒന്ന് മാറിപ്പോരുത്, പോഡിൽ ഗ്രീൻ യെല്ലോ ആണ്, സീഡിൽ യെല്ലോ ഗ്രീൻ ആണ്. പിന്നെ സീഡിന്റെ ഷേപ്പ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്, റൗണ്ട് ഡോമിനന്റ് ആണ്, റിങ്കിൾഡ് റിസസീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ 7 ക്യാരക്ടർ അല്ലെങ്കിൽ 7 പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് മെന്റൽ സെലക്ട് ചെയ്തു ഗാർഡൻ പീല്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഇനി മെന്റൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 2 തരം ക്രോസുകളാണ്. ഒന്ന് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും, രണ്ടാമത്തേന് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അതിനുശേഷമുള്ള ക്രോസുകളൊക്കെ ഉണ്ട്, പക്ഷെ മെന്റൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ 2 ക്രോസ് മാത്രമാണ്. മെന്റൽ കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഇൻ ഗാർഡൻ പീ. അതിൽ നമ്മൾ പറയുന്ന 2 ടൈപ്പ് ക്രോസുകൾ, മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ആ വാക്ക് മോണോ മീൻസ് 1 അല്ലേ, അപ്പോൾ ഒരു ക്യാരക്ടറേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ 2 ട്രേറ്റുകളെ ഉണ്ടാവുള്ളൂ. ഒരു ക്യാരക്ടറിന് 2 ട്രേറ്റുകളല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ ടോൾ ഈസ് ക്രോസ്ഡ് വിത്ത് ഡ്വാർഫ്, ടോളിനെ ഡ്വാർഫുമായി ക്രോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ, സ്റ്റെമ്മിന്റെ ഹൈറ്റ്. ടോൾ ഡോമിനന്റ് ക്യാരക്ടർ, ഡ്വാർഫ് റിസസീവ് ക്യാരക്ടർ. അതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ട്രേറ്റ്. എന്നാൽ നമ്മൾ പറയുന്നു ടോൾ പ്ലാന്റ് വിത്ത് വയലറ്റ് ഫ്ലവർ ഈസ് ക്രോസ്ഡ് വിത്ത് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ അവിടെ 2 ക്യാരക്ടർ യൂസ് ചെയ്തു, അതായത് 2 പെയർ ട്രേറ്റ് വന്നു. ഒന്ന് സ്റ്റെമ്മിന്റെ ഹൈറ്റും ഫ്ലവറിന്റെ കളറും യൂസ് ചെയ്തു. അതാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഒരു ക്യാരക്ടർ അഥവാ ഒരു പെയർ ട്രേറ്റ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം മോണോ ഹൈബ്രിഡ് ക്രോസ്. അടുത്ത പോയിന്റ്, കൺസ്ട്രക്ട് എ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ചോദിക്കാം. അപ്പൊ കൺസ്ട്രക്ട് എ മോണോ ഹൈബ്രിഡ് ക്രോസ് ചോദിച്ചാൽ നിങ്ങൾ ഗാർഡൻ പീന്റെ എഴുതിയാൽ മതി. ഗാർഡൻ പീ എന്നല്ലാതെ ചിലപ്പം അത് മിറാബിലിസ് ജലപ്പ ഒക്കെ തരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. സ്നാപ് ഡ്രാഗൺ, മിറാബിലിസ് ജലപ്പ പോലുള്ള ചെടികളാണ് തന്നതെങ്കിൽ നമുക്കത് വ്യത്യാസമുണ്ട്, കാരണം അത് കംപ്ലീറ്റ് ഡോമിനൻസ് അല്ല. എന്നാൽ മെന്റേലിയൻ ഡോമിനൻസ്, കംപ്ലീറ്റ് ഡോമിനൻസ് ഗാർഡൻ പീ. കൺസ്ട്രക്ട് എ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം, ക്രോസ് ബിറ്റ്വീൻ എന്താണ് ഇതിൽ പറയുന്നത്, ക്രോസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് അല്ലെ, കൃത്യമായിട്ട് ഇതിനെ പറയുന്നുണ്ടല്ലോ. ദിസ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് വിച്ച് ഡിഫർ ഇൻ എ സിംഗിൾ ക്യാരക്ടർ അല്ലെങ്കിൽ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. ഒന്നുകിൽ സിംഗിൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റ്, അത് രണ്ടും ഒന്നാണല്ലോ, ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉപയോഗിക്കുക. കോൺട്രാസ്റ്റിംഗ് മീൻസ് ഓപ്പോസിറ്റ് ഉപയോഗിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് ഒരു ഉദാഹരണം, ഇതിന് നമ്മളൊരു ഉദാഹരണം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതാ, നിങ്ങൾ നോക്കൂ, ഞാനിത് ഒന്നുകൂടെ ഇവിടെ എഴുതി തരാം. ടോൾ പ്ലാന്റ് ഇവിടെ എഴുതാം ഞാൻ. ടോൾ ഈസ് ക്രോസ്ഡ് വിത്ത് ഡ്വാർഫ് അല്ലേ, ടോൾ ഈസ് ക്രോസ്ഡ് വിത്ത് ഡ്വാർഫ്. അപ്പൊ ഈ ടോൾ എന്നുള്ളതിന് നമ്മൾ ക്യാപിറ്റൽ ടി എടുക്കും. ഡ്വാർഫ് എന്നുള്ളതിന് നമ്മൾ സ്മോൾ ടി എടുക്കും. ഇതിന്ന് ഒരു ടൈപ്പ് ഗാമറ്റേ ഉണ്ടാവുള്ളൂ, ഒരു ടൈപ്പ്. ഇത് ഹോമോ ഗാമറ്റിക് ആണ്, ഒരു ടൈപ്പ് ഗാമറ്റേ ഉണ്ടാവുള്ളൂ. ഇതിനകത്തൊന്നും ഒരു ടൈപ്പ് ഗാമറ്റേ ഉണ്ടാവുള്ളൂ, ഹോമോ ഗാമറ്റിക് ആണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് F1 ആണ്. പ്രസൻസ് ഓഫ് ക്യാപിറ്റൽ ടി ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് എ ഡോമിനന്റ്. അതായത് ഹോമോസൈഗസ് കണ്ടീഷൻ, ഇങ്ങനെ പറഞ്ഞാലും ഇത് കണ്ടില്ലേ, ഹോമോസൈഗസ് കണ്ടീഷനിലും ടോൾ തന്നെയാണ്, ഹെട്രോസൈഗസ് കണ്ടീഷനിലും ഇത് ടോൾ ആണ്. അപ്പോൾ ദിസ് ഈസ് എ ഡോമിനന്റ് ക്യാരക്ടർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഡോമിനന്റ് ക്യാരക്ടർ എപ്പോഴും ഹോമോസൈഗസ് കണ്ടീഷനിലും ഉണ്ടാവും, ഹെട്രോസൈഗസിലും ഉണ്ടാവും.
പക്ഷേ ഡ്വാർഫ് എന്ന് പറയുന്നത് എന്തിൽ മാത്രമേ സ്മോൾ ടി വന്നാൽ മാത്രമേ അത് ഡ്വാർഫ് ആവുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ ഡോമിനന്റ് ക്യാരക്ടർ. ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഡോമിനന്റ് ക്യാരക്ടർ ഹോമോസൈഗസിലും ഉണ്ടാവും, ഹെട്രോസൈഗസിലും ഉണ്ടാവും. എന്നാൽ ഇത് റിസസീവ് ക്യാരക്ടറാണ്. റിസസീവ് ക്യാരക്ടർ എപ്പോഴും ഹോമോസൈഗസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഹെട്രോസൈഗസിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് F1 കിട്ടി. ആ F1 എന്താണ്? ദിസ് F1 ഈസ് ടോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? F1നെ എന്ത് ചെയ്തിട്ടാണ് F2 ഉണ്ടാക്കുക? F1 ഈസ് ക്രോസ്ഡ് വിത്ത് F1 ടു ഗെറ്റ് F2 എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ ആണ് മെന്റൽ ചെയ്തത്. F1നെ അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്തിട്ടാണ് F2 ഉണ്ടാക്കിയത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നല്ലേ? F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? അതിനെ അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ക്യാപിറ്റൽ ടി സ്മോൾ ടി കൊണ്ട് ക്രോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നേരത്തെ പോലെ അല്ല. നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ടി എടുത്തപ്പോൾ ഒരു ടൈപ്പ് ഗാമറ്റായ ടി മാത്രമേ എടുത്തിരുന്നുള്ളൂ. പക്ഷേ ഇത് ഹെറ്ററോഗാമറ്റിക് ആണ്. ലുക്ക് ഹിയർ, ഹെറ്ററോഗാമറ്റിക് ആണ്. അതുകൊണ്ട് 50% ക്യാപിറ്റൽ ടിയും 50% ഗാമറ്റ് അത് സ്മോൾ ടിയും ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെയല്ലേ ഇപ്പുറത്ത് സെൽഫ് പോളിനേഷൻ അല്ലേ? അപ്പോൾ 4 ഗാമറ്റുകൾ, ഓരോന്നൊന്നും 2 എണ്ണം. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ എന്താ വരിക? ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വേറെ രീതി കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിൽ നിന്നുണ്ടാവുന്ന 2 ഗാമറ്റുകൾ ഏതൊക്കെയാ? നമുക്കതിനെ എന്തിലേക്ക് കൊണ്ടുവരാം? വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ പുന്നറ്റ് സ്ക്വയർ. നമുക്ക് പുന്നറ്റ് സ്ക്വയറിലോട്ട് കൊണ്ടുവരാം. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാ ഉണ്ടാവുക? ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ടാവും അല്ലെ? ഇവിടെ ഒരു സ്മോൾ ടി ഉണ്ടാവും, ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ടാവും. ഗാമറ്റുകളല്ലേ, 2 ഗാമറ്റുകൾ. ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി കിട്ടും. പ്രസൻസ് ഓഫ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ടോളാണ്, അത് ഡോമിനന്റ് ആണ്. ഇനി അടുത്തത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും, അതും ടോളാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് എന്താ കിട്ടുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ആകുമ്പോൾ ക്യാപിറ്റൽ ആദ്യം എഴുതണം. ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതും ടോളാണ്. ഏറ്റവും അവസാനം സ്മോൾ ടി അത് മാത്രമാണ് ഡ്വാർഫ്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാ? ഫീനോടൈപ്പിക് റേഷ്യോ മീൻസ് വാട്ട് ഈസ് ഫീനോടൈപ്പിക് റേഷ്യോ? അതിന്റെ ഒബ്സർവബിൾ ക്യാരക്ടർ ആണ്. ഇതിന്റെ ഫീനോടൈപ്പ് റേഷ്യോ എത്രയാന്ന് പറയൂ. ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോൾ ഈസ് ടു ഡ്വാർഫ് എന്നല്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടർ അല്ലേ ഫീനോടൈപ്പിക്? ടോൾ ഈസ് ടു, എത്ര ടോൾ ഉണ്ട്? 3 ടോൾ ആൻഡ് 1 ഡാർക്ക്. സോ ദ റേഷ്യോ ഈസ് 3:1. ആ റേഷ്യോ 3:1 ആണ്. ഇനി ഇതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എടുക്കുകയാണെങ്കിലോ? ഇതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എടുക്കാൻ എന്താ വരിക? ജീനോടൈപ്പിക് റേഷ്യോ എടുക്കുകയാണെങ്കിൽ അത് എന്താ വരിക? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇങ്ങനെ 3 ടൈപ്പ് ഗാമറ്റ്സ് ഉണ്ട്. ആ 3 ടൈപ്പ് പാരന്റ്സ് ഇത് ഉണ്ട്, അവിടെ സൈഗോട്സ് ഉണ്ട്. ഏതൊക്കെ നോക്കൂ. ഒന്ന് ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, സ്മോൾ ടി. അപ്പൊ 3 എണ്ണം ഉണ്ട്. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:1 ആണ്. കണ്ടില്ലേ? അപ്പൊ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എടുക്കുകയാണെങ്കിൽ, ആ മോണോ ഹൈബ്രിഡ് ക്രോസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോവും ജീനോടൈപ്പിക് റേഷ്യോവും വ്യത്യാസമാണ്. ഫീനോടൈപ്പിക് റേഷ്യോ 3:1 ആണ്, എന്നാൽ ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഇതാണ് കൺസ്ട്രക്റ്റ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാലും, കൺസ്ട്രക്റ്റ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇൻ ഗാർഡൻ പി എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ എന്താണ്? ഫീനോടൈപ്പിക് റേഷ്യോ കിട്ടിയിരിക്കുന്നത് 3:1, 3 ടോളും 1 ഡ്വാർഫും. ജീനോടൈപ്പിക് റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1:2:1, 4 എണ്ണത്തിൽ 1 എണ്ണം. അതാണ് 1/4 എന്നെടുത്തത്. ക്യാപിറ്റൽ ടി അങ്ങനത്തെ 2 1/4, അതായത് 1/2 ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഒരു 4 എണ്ണത്തിൽ 1 എണ്ണം സ്മോൾ ടി. അപ്പം 1/4, 2/4, 1/4. അതാണ് 1/4 ക്യാപിറ്റൽ ടി, 1/2 ക്യാപിറ്റൽ ടി സ്മോൾ ടി,
ആൻഡ് 1/4 സ്മോൾ ടി. 1:2:1, മറ്റേത് 3:1. ഇതാണ് മോണോ. ഇങ്ങനെയാണ് നിങ്ങൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 2 പോയിന്റുകളാണ് ഇവിടെ പറയുമ്പോൾ 17 പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടതിൽ 2 പോയിന്റുകൾ നമ്മളിപ്പോൾ 17-18 പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, അതിനകത്ത് 2 പോയിന്റ് പഠിച്ചു. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നും 7 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ഓഫ് ക്യാരക്ടർ എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ 7 ക്യാരക്ടർ എന്തൊക്കെയാണെന്നും, പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് അഥവാ 7 ക്യാരക്ടർ എന്തൊക്കെയാണെന്നും, പിന്നെ മോണോ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഈ കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ടെസ്റ്റ് ക്രോസ് നമ്മൾ പറയാം. ഈ പിന്നറ്റ് സ്ക്വയർ എന്താ? ഇപ്പൊ ഞാൻ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു പോയിന്റ്, ഇത് നിങ്ങൾ നോക്കിയാൽ ഇതിൽ നമ്മളൊരു ബോക്സ് വരച്ചു, ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പിന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ആ ചെക്കർ ബോർഡ് മെത്തേഡ് എന്തുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, റെജിനാൾഡ് സി പിന്നറ്റ് എന്ന ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെജിനാൾഡ് സി പിന്നറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടാബുലാർ ഫോം ആണ് ഈ പറഞ്ഞ പിന്നറ്റ് സ്ക്വയർ. അയാളുടെ പേര് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത് എന്താണത്? ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഏതൊക്കെ നമ്മളിപ്പോ പറയുന്നു എല്ലാ ജീനോ ടൈപ്പും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് ജീനോ ടൈപ്പ് ഉണ്ട്, ഏത് ടൈപ്പ് ജീനോ ടൈപ്പ് ആണ്, കൃത്യമായി എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ പിന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായല്ലോ. നമ്മൾ കണ്ട സമയത്ത് ഇവിടെ 3 ടൈപ്പ് ഗ്യാമറ്റുകളുണ്ട്, 3 ടൈപ്പ് ജീനോ ടൈപ്പുകളുണ്ട്. ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, സ്മോൾ ടി. കൃത്യമായി ഇതാകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമമാണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ മെത്തേഡിനെയാണ് നമ്മൾ പിന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 3ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. അതായത് ടെസ്റ്റ് ക്രോസ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ആദ്യത്തെ നമ്മൾ സമ്മറൈസ് ചെയ്തത്, അത് ആദ്യം കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ് ടു റിമെമ്പറിൽ 5ാമത്തെ 6ാമത്തെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ അതിനകത്തുണ്ട്. പക്ഷെ നമ്മളിത് പറഞ്ഞതിന് ശേഷം ലോ ഓഫ് ഡോമിനൻസിലും ലോ ഓഫ് സെഗ്രിഗേഷനിലേക്കും പോവാം. നെക്സ്റ്റ് വൺ ഈസ് ടെസ്റ്റ് ക്രോസ്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ F1 കൊണ്ട് ക്രോസ് ചെയ്ത് സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ഉണ്ടാക്കി, F2നെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F3 ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. F1 into F1 F2, F2 into F2 F3 സെൽഫ് പോളിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതിൽ നിന്ന് F4 ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഈ F1ലോ F2ലോ വെച്ച് നിർത്തുക. അതായത് നമ്മൾ സെൽഫ് പോളിനേഷൻ ആണ് ചെയ്യുന്നത്. ആദ്യത്തത് ക്രോസ് പോളിനേഷൻ ആണ്, 2 വ്യത്യസ്തമായ പാരന്റ് ആണ്. അതിന്റെ ഫലമായിട്ടാണ് F1 ഉണ്ടായത്. F1ന് ശേഷം നമ്മൾ മൊത്തം സെൽഫ് പോളിനേഷൻ ആണ്. F1നെ F1 കൊണ്ട് ക്രോസ് ചെയ്ത് F2 ആക്കി, F2നെ F2 കൊണ്ട് ക്രോസ് ചെയ്ത് F3 ആക്കി. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം F1ലോ അതിന്റെ ആവശ്യമില്ല, F2ലോ വെച്ച് നിർത്തുക. എന്നിട്ട് തിരിച്ച് നമ്മൾ ആ F1 ഓർ F2നെ ആരുമായിട്ട് ക്രോസ് ചെയ്യുക? ക്രോസ്ഡ് വിത്ത് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. നേരത്തെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം F1ലോ F2 ഹൈബ്രിഡിൽ വെച്ച് നിർത്തി നമ്മൾ പിന്നോട്ട് തന്നെ പോരുക. അതായത് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. അതിനെയാണ് ബാക്ക് ക്രോസ് എന്ന് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള ബാക്ക് ക്രോസിലെ റിസസീവ് പാരന്റുമായിട്ടുള്ള ബാക്ക് ക്രോസിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുക. അപ്പോൾ F1 ഓർ F2 ഹൈബ്രിഡിനെ നമ്മൾ പാരന്റുമായിട്ട്, എനി ഓഫ് ദ പാരന്റ് യു ക്യാൻ ക്രോസ്. അത് ഡോമിനന്റ് പാരന്റ് ആവാം, റിസസീവ് പാരന്റ് ആവാം. അപ്പോൾ നിങ്ങൾ നേരത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഞാൻ നോക്കൂ, നേരത്തെ എഴുതിയൊരു കാര്യം, F1 കഴിഞ്ഞ് F2ല് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായിരുന്നു അല്ലെ? F2നകത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. F1 F2 എന്തോ ആട്ടെ, ഈ ഹൈബ്രിഡിനെ നമുക്ക് പിന്നോട്ട് കൊണ്ടുവരാം. എങ്ങോട്ട് കൊണ്ടുപോകാം? ഈസ് ക്രോസ്ഡ് വിത്ത്, ആരൊക്കെ ആയിട്ട് ക്രോസ് ചെയ്യാം? ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി എന്ന പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ സ്മോൾ ക്യാപിറ്റൽ ടി അല്ല സ്മോൾ ടി എന്ന പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യാം. ഈ 2 പാരന്റുമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ഇതെന്താണ്?
ദിസ് ഈസ് സ്മോൾ ടി. ഇതെന്ത് പാരന്റാ? ഇതിൽ ഏത് വേണമെങ്കിലും ക്രോസ് ചെയ്യാം. ഇത് രണ്ടും പാരന്റ് ആണ്. പക്ഷെ ഈ പാരന്റ് എന്താ? ദിസ് വൺ ഈസ് ദ ഡോമിനന്റ് പാരന്റ്. ഇത് ഡോമിനന്റ് പാരന്റ് ആണ്. ദിസ് ഈസ് ദ റിസസീവ് പാരന്റ്. അല്ലെ? ഇതിൽ ഏത് പാരന്റുമായുള്ള ക്രോസാ? രണ്ട് ക്രോസിനെയും നമുക്ക് എന്ത് പറയാം? ഈ രണ്ടിനെയും നമുക്ക് ബാക്ക് ക്രോസ് എന്ന് പറയാം. ഇതും ബാക്ക് ക്രോസ് ആണ്, ഇതും ബാക്ക് ക്രോസ് ആണ്. പക്ഷേ ഈ ബാക്ക് ക്രോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയാം. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവ് പാരന്റ്. കണ്ടോ? ഹൈബ്രിഡിനെ റിസസീവ് പാരന്റുമായിട്ടുള്ള ക്രോസിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുക. അതും ഒരു തരം ബാക്ക് ക്രോസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയുക? എന്തുകൊണ്ടാണ് ഇതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്? ബാക്ക് ക്രോസ് അറിയാം. എന്തുകൊണ്ട് അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നു ചോദിച്ചാൽ ഈ ഒരു ഹൈബ്രിഡ് അൺനോൺ ആണ്. ഫീനോ ടൈപ്പ് നമുക്കറിയാം, പക്ഷെ അതിന്റെ ജീനോ ടൈപ്പ് അറിയില്ല. നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരു എന്തുണ്ടാവുമ്പോൾ, ഒരു ഹൈബ്രിഡ് ഉണ്ടാവുമ്പോൾ അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ ഹൈബ്രിഡ് എന്ന് കണ്ടുപിടിക്കാൻ F1 ആകുമ്പോൾ നമുക്കറിയാം. പക്ഷെ F2 ആകുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ക്യാപിറ്റൽ ടിയും ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, രണ്ട് ടൈപ്പ് ഡോമിനന്റ് ഉണ്ട്. ആ ഡോമിനന്റിന്റെ ജീനോ ടൈപ്പ് എന്താ നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടെസ്റ്റ് ക്രോസ്. അതിന് കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ക്രോസിന്. അപ്പൊ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവ് പാരന്റ്. അതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് നമ്മൾ പറയുക. ഇത് കണ്ടോ? ഇതാ നോക്കൂ, ടെസ്റ്റ് ക്രോസിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും. ഇൻ എ ടെസ്റ്റ് ക്രോസ്, അല്ലെ, ദ ഓർഗാനിസം ഇൻ എ ടെസ്റ്റ് ദ ഓർഗാനിസം ഷോയിങ് ഡോമിനന്റ് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് നമുക്ക് അറിഞ്ഞൂടാ, ഫീനോടൈപ്പ് അറിയാം, ജീനോടൈപ്പ് നമുക്ക് അറിഞ്ഞൂടാ. അതിന്റെ ജീനോടൈപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവ് പാരന്റ്. റിസസീവ് പാരന്റുമായിട്ടുള്ള ക്രോസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന ഹൈബ്രിഡിനെ നമ്മൾ എന്തുമായിട്ട് ക്രോസ് ചെയ്യുന്നു? സ്മോൾ ടി എന്ന പാരന്റ്. ഇതാരാണ്? ദിസ് ഈസ് ഹൈബ്രിഡ്. ദിസ് ഈസ് റിസസീവ് പാരന്റ്. ഈ റിസസീവ് ഇത് പാരന്റ് ആയതുകൊണ്ട് ബാക്ക് ക്രോസ് ആണ്, പക്ഷേ റിസസീവ് പാരന്റ് ആയതുകൊണ്ട് ഇത് ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. ഇതാണ് ടെസ്റ്റ് ക്രോസ്. ഈ ചിത്രം സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന, സ്റ്റേറ്റ് ബോർഡിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രം തന്നിട്ട് ഇത് എന്താണെന്നാണ് ചോദിക്കുക. നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ ഇത് എന്താന്ന് ചോദിച്ചാൽ ഈ ചിത്രം ടെസ്റ്റ് ക്രോസ് ആണെന്ന് പറയും. ഇനി വൈ ഇറ്റ് ഈസ് കോൾഡ് സോ എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ എന്താ ഉള്ളത്? ഇതൊരു വയലറ്റ് ഫ്ലവറാണ്. ഈ വയലറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ വയലറ്റ് ഫ്ലവറാ നമുക്കറിയാം, ഫീനോടൈപ്പ് ഈസ് വയലറ്റ്. പക്ഷേ ഈ വയലറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡബ്ല്യു വന്നാലും വയലറ്റ് ആവും, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വന്നാലും വയലറ്റ് ആവും, ക്യാപിറ്റൽ ഡബ്ല്യു വന്നാലും വയലറ്റ് ആവും, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വന്നാലും വയലറ്റ് ആവും. ബിക്കോസ് വയലറ്റ് ഈസ് ദ dominant character. It can be expressed in both homozygous and heterozygous condition. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഏത് വയലറ്റ് ആണ്? നമുക്ക് ഫീനോടൈപ്പ് അറിയാം വയലറ്റ് ആണ്, പക്ഷെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആണോ ക്യാപിറ്റൽ സ്മോൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വിഷമമുണ്ട്. അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചോദിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ചോദിക്കുള്ളൂ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ചോദിക്കുക ഈ ക്രോസ് എന്താണ്? ടെസ്റ്റ് ക്രോസ് ആണ്. എന്താണ് ടെസ്റ്റ് ക്രോസ്? അതായത് ഹൈബ്രിഡ് വിത്ത് റിസസീവ് പാരന്റുമായുള്ള ക്രോസ് ആണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പേര് പറയുന്നത്? കാരണം അൺനോൺ ജീനോ ടൈപ്പ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഗസ് ചെയ്യടാ. അതായത് ഇവിടെ രണ്ടും ക്യാപിറ്റൽ ഡബ്ല്യു ആണെന്ന്, ഈ ഒരു കേസ് ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാം. രണ്ടും ക്യാപിറ്റൽ ഡബ്ല്യു ആണ് ഗസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അതിനെ സ്മോൾ ഡബ്ല്യു, അതല്ലേ റിസസീവ് പാരന്റ്. ഇത് പാരന്റ് ആണ്, റിസസീവ് പാരന്റ് ആണ്. ഈ പാരന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റിസസീവ് പാരന്റുമായിട്ട് നമ്മൾ, ഇതാണ് പാരന്റ്, റിസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താന്ന് നോക്കൂ, എല്ലാം വയലറ്റ് ഫ്ലവർ ആണ്. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഡബ്ല്യു നിങ്ങൾ പാരന്റുമായിട്ട്, റിസസീവ് പാരന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 4 വയലറ്റ് കളറാണ്. ഇപ്പൊ എല്ലാം ഒരുപോലെ ക്യാരക്ടർ ആണെങ്കിൽ അതിനർത്ഥം എന്താ? ദാറ്റ് ഈസ് ഹോമോസൈഗസ്. ഇനി ഇങ്ങനെയാണെങ്കിലോ, രണ്ടാമത്തെ കേസ് ഇതുപോലെയാണെങ്കിലുള്ള സ്ഥിതി എന്താ? നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മോളും ആണ്. അതിനെയാണ് നമ്മൾ എന്താണ്, ഇതാണ് പാരന്റ്, ദിസ് ഈസ് ദ പാരന്റ്, റിസസീവ് പാരന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഒരു ക്യാപിറ്റൽ W ഉള്ളത് കൊണ്ട് 2 വയലറ്റ് കിട്ടും, പിന്നെ ഒരു സ്മോൾ W ഉള്ളത് കൊണ്ട് 2 വൈറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, എല്ലാം ഒരുപോലത്തെ ക്യാരക്ടറാണ് കിട്ടുന്നതെങ്കിൽ അത് ഹോമോസൈഗസ് ഡോമിനന്റും, 1:1 റേഷ്യോയില്, അതായത് 2:2 ആണ് കിട്ടുന്നതെങ്കിൽ, 1:1 റേഷ്യോയിലാണ് അല്ലെ 2:2 റേഷ്യോയിലാണ് കിട്ടുന്നതെങ്കിൽ അത് ഈക്വൽ ടു 1:1 ആ റേഷ്യോയിലാണ് കിട്ടുന്നതെങ്കിൽ അത് ഹെട്രോസൈഗസുമാണ്. ഇങ്ങനെ നമുക്ക് ഈ ടെസ്റ്റ് ക്രോസ് ചെയ്തുകൊണ്ട് അൺനോൺ ജീനോടൈപ്പ് കണ്ടുപിടിച്ചൂടെ? അതാണ് ഇതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഈ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പം 3 പോയിന്റുകൾ, 18 പോയിന്റിൽ നമ്മൾ പറയുന്ന 17, 18 പോയിന്റുകൾ, അതിനകത്തുള്ള 3 പോയിന്റ് ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. 3 പോയിന്റുകൾ പറഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത പോയിന്റ് ഇത് 4ഉം 5ഉം ഇതിൽ വരും. ഇപ്പൊ 3 കഴിഞ്ഞെങ്കിൽ 4ഉം 5ഉം. മെന്റൽ കൺസ്ട്രക്റ്റഡ് 2 ലോസ് അല്ലെ, അദ്ദേഹം 2 ലോ ഉണ്ടാക്കി. ആ 2 ലോ എന്തിനെ ബേസ് ചെയ്തിട്ടാ? മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാ. പക്ഷെ ഇത് ഡൈഹൈബ്രിഡ് ക്രോസിലും അപ്ലിക്കബിൾ ആണെന്നുള്ള സത്യമാണ്. പക്ഷെ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ്ഡ് ഓൺ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. മെന്റൽ 2 ലോ ഉണ്ടാക്കി. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും രണ്ടും എന്തിനെ ബേസ് ചെയ്തിട്ടാ? മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ 4ാമത്തെയും 5ാമത്തെയും പോയിന്റുകൾ ഈ ലോയാണ്. ഓക്കെ, ഇത് ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. 3ാമത്തെ ലോ ഉണ്ട്, നമുക്ക് പഠിക്കാം. ഈ ലോ ഓഫ് ഡോമിനൻസ്, പ്രകട സ്വഭാവ നിയമം എന്ന് പറയുന്ന ലോ ഓഫ് ഡോമിനൻസ് എന്താണ്? അതിൽ മെന്റൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 3 പോയിന്റുകളാണ് ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത്. 1ാമത്തെ പോയിന്റ്, ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. 1ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചു നോക്കൂ, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ്. കാരണം മെന്റലിന്റെ കാലത്ത് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടില്ല? മെന്റലിന്റെ കാലത്ത് അദ്ദേഹം ഒരിക്കലും ജീൻ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഫാക്ടർ ആണ്. അതുകൊണ്ട് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടറുകളാണ്. അപ്പോൾ ഫാക്ടർ, ഇന്നത്തെ ജീൻ, അതാണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുക, ജോഡികളായിട്ടാണ് ഇരിക്കുക അല്ലെ. ഫാക്ടേഴ്സ് എപ്പോഴും ജോഡികളായിട്ടാണ് ഇരിക്കുക. അതേപോലെ തന്നെ ഒരു പെയർ ഓഫ് ഡിസിമിലർ ഫാക്ടർ ഉണ്ടെങ്കിൽ, വ്യത്യസ്തമായ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മറ്റുള്ളതിനെ ഡോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ F1 നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചതിൽ 2 ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? 2 ക്യാരക്ടേഴ്സ് എടുക്കുന്നു. ക്യാപിറ്റൽ T ഉള്ളതുകൊണ്ട് സ്മോൾ T ഉണ്ട്. അപ്പൊ ഇത് എന്താ ചെയ്യുക? F1 ഈ 2 എണ്ണവും വ്യത്യസ്തമായത് കിട്ടുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ഒരാൾ എക്സ്പ്രസ്ഡ് ആവും F1, ഒരാൾ സപ്രസ് ആയി പോവും F1. പക്ഷേ F2 അത് 3:1 റേഷ്യോയിൽ റീഅപ്പിയർ ചെയ്യും. അപ്പൊ 2 ക്യാരക്ടേഴ്സിൽ ഒന്ന് മാത്രമേ എന്ന് പറയാൻ പറ്റൂല. F1 മാത്രം ഒരു ക്യാരക്ടറേ ഉണ്ടാവുള്ളൂ, 2ാമത്തെ ക്യാരക്ടർ സപ്രസ് ആയി പോവും. പക്ഷെ F2 രണ്ടുപേരും 3:1 റേഷ്യോയിൽ വരികയും ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ്. 3 പോയിന്റേ ഉള്ളൂ. ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡിസിമിലർ ഫാക്ടർ വരുമ്പോൾ അതിൽ ഒരെണ്ണം മറ്റുള്ളതിനെ ഡോമിനേറ്റ് ചെയ്യുന്നു F1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എക്സ്പ്രസ്ഡ് ആവും, ഒരെണ്ണം സപ്രസ്. അപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടോളും ഡ്വാർഫും, അത് ക്യാപിറ്റൽ T സ്മോൾ T, ടോളും ഡ്വാർഫും എടുക്കുകയാണെങ്കിൽ അതിൽ ക്യാപിറ്റൽ T എന്ന ഡോമിനന്റ് സ്മോൾ ടിയെ സപ്രസ് ആക്കും. അപ്പൊ സ്മോൾ ടിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല F1. ക്യാപിറ്റൽ T സ്മോൾ T ആണെങ്കിലും അത് ഡോമിനന്റ് ആയിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്നത് ടോൾനെസ് ആണ്.
ഡാർഫ്നെസ് ഒരിക്കലും അവിടെ എക്സ്പ്രസ് ആവില്ല F1-ല്. പക്ഷെ F2-ല് രണ്ടും 3:1 റേഷ്യോയിൽ വരികയും ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്ന ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഈ രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷനും നമ്മൾ ഓൾറെഡി മോണോഹൈബ്രിഡ് ക്രോസിൽ പഠിച്ചു. കാരണം ഈ രണ്ട് ലോയും മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ടും അതിനകത്തുണ്ട്. എന്താ നിങ്ങൾ പഠിച്ചത്? അവിടെ നിങ്ങൾ നേരത്തെ കണ്ട ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ ടി എന്ന പാരന്റിൽ നിന്ന് ടോൾ ഹോമോസൈഗസ് പ്യുവർ പാരന്റ് ടോൾ പാരന്റിൽ നിന്ന് ഗാമറ്റ് ഉണ്ടാവുമ്പോൾ എന്താ പഠിച്ചത്? നമ്മൾ ഈ രണ്ട് പാരന്റിലുള്ള രണ്ട് ക്യാപിറ്റൽ ടിയും സെഗ്രിഗേറ്റ് ചെയ്യും, അഥവാ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ടി ഒരു ഗാമറ്റിലും ഒരു ടി അടുത്ത ഗാമറ്റിലും വരും. ഇത് രണ്ടും ഒരേപോലത്തെ ഗാമറ്റ് ആയതുകൊണ്ട് ഹോമോ ഗാമറ്റിക് എന്ന് നമ്മൾ പറയും. എന്നാൽ നിങ്ങൾ ഇവിടെ എടുത്തു നോക്കൂ, ഒരു ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണെങ്കിലോ അതും സെഗ്രിഗേറ്റ് ചെയ്ത് 50% ക്യാപിറ്റൽ ടിയും 50% സ്മോൾ ടിയുമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഹെറ്ററോഗാമറ്റിക് ആയി, വ്യത്യസ്തമായ ഗാമറ്റ്. എന്തായിരുന്നാലും പാരന്റിൽ നിന്ന് ഗാമറ്റ് ഉണ്ടാവുമ്പോൾ ഈ രണ്ട് അലീൽസും സെഗ്രിഗേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഒരെണ്ണം ഒരു ഗാമറ്റിലും ഒരെണ്ണം അടുത്ത ഗാമറ്റിലും എത്തും. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോ അലീൽസ് ഡു നോട്ട് ഷോ എനി ബ്ലെൻഡിങ്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അലീൽസ് ഡു നോട്ട് ഷോ എനി ബ്ലെൻഡിങ് ആൻഡ് ബോത്ത് ദ ക്യാരക്ടേഴ്സ് ആർ റിക്കവേർഡ് ആസ് സച്ച് ഇൻ F2 ജനറേഷൻ. ഇവര് ഇപ്പൊ ടോളിനെയും ഡ്വാർഫിനെയും കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോമിനൻസ് പ്രകാരം F1-ല് ടോള് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ F2-നകത്ത് 3:1 റേഷ്യോയിൽ ടോളും ഉണ്ട് ഡ്വാർഫും ഉണ്ട്. അല്ലാതെ മൂന്നാമതൊരു ക്യാരക്ടർ ഇല്ല, ഇന്റർമീഡിയറ്റ് സൈസ് ഇല്ല. എയ്തർ ടോൾ ഓർ ഡാർഫാണ് ഇന്റർമീഡിയറ്റ് സൈസ്. അപ്പൊ അത് ബ്ലെൻഡിങ് നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് പോയിന്റ് പഠിക്കേണ്ടത്. ഡ്യൂറിങ് ദ ഗമറ്റ് ഫോർമേഷൻ പെയർ ഓഫ് ഫാക്ടേഴ്സ് ഓർ അലീൽസ് സെപ്പറേറ്റ് ഓർ സെഗ്രിഗേറ്റ്. ദ ഗാമറ്റ് റിസീവ് ഓൺലി വൺ ഓഫ് ദ ടു ഫാക്ടർ. അപ്പൊ രണ്ട് ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് മാത്രമേ ഗാമറ്റിന് കിട്ടുകയുള്ളൂ, രണ്ടും കൂടെ കിട്ടൂല. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇങ്ങനെ പ്രത്യേക രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. പാരന്റിൽ നിന്ന് ഗാമറ്റ് ഉണ്ടാവുമ്പോൾ രണ്ട് അലീൽ സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് ചെയ്ത് ഒരു അലീൽ ഒരു ഗാമറ്റിലും രണ്ടാമത്തെ ഗാമറ്റിലും ഉണ്ടാവുന്നു. ഒരിക്കലും ഒരു ഗാമറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ അലീൽസ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ലോ ഓഫ് ദ പ്യൂരിറ്റി ഓഫ് ഗാമറ്റ് എന്നുകൂടെ മെന്റൽ വിളിച്ചത്. ഒരേപോലത്തെ ഗാമറ്റ് ആണെങ്കിൽ ഹോമോ ഗാമറ്റിക് എന്ന് പറയും. വ്യത്യസ്തമായ ഗാമറ്റുകളാണെങ്കിൽ ഹെറ്ററോഗാമറ്റിക് എന്ന് പറയും. ഓക്കെ, ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും എന്തിനെ ബേസ് ചെയ്തിട്ടാ? മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ് മെന്റൽ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ഇതോടുകൂടെ ഈ പറഞ്ഞ പോയിന്റിൽ 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് സെലക്ട് 7 പെയേഴ്സ് ഓർ 7 ക്യാരക്ടേഴ്സ് സെലക്ടഡ് ബൈ മെന്റൽ പഠിച്ചു. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് കൺസ്ട്രക്ട് എ മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോ ഓഫ് ഡോമിനൻസ് പഠിച്ചു, ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചു, ടെസ്റ്റ് ക്രോസ് പഠിച്ചു. ഇത്രയും ക്രോസുകൾ മെന്റൽ ചെയ്ത കാര്യം. നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് വരാനുണ്ട്. അതിനു മുമ്പേ നമുക്ക് മെന്റലിന്റെ അല്ലാത്ത ചില കാര്യങ്ങളെ പറ്റി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് പോവാം. അത് ഡീവിയേഷൻ ഫ്രം മെന്റേലിയൻ പാറ്റേൺ ആണ്. അതിൽ ഒന്നാമത് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാ പറയാം. മെന്റലിന്റെ ഡോമിനൻസിന് നമ്മൾ എന്താ പറയുന്നു? കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. എന്നാൽ ഇതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ആരാണ്? ഇപ്പൊ നിങ്ങൾ പഠിച്ചത് F1 പ്രോജനി ഏതെങ്കിലും ഒരു പാരന്റൽ ക്യാരക്ടർ, അതായത് ഡോമിനന്റ് പാരന്റ് ക്യാരക്ടറേ ഉണ്ടാവുള്ളൂ. റിസസീവ് പാരന്റിന്റെ ക്യാരക്ടർ ഉണ്ടാവില്ല. F1-ലാണ് പഠിച്ചത്. എന്നാൽ കാൾ കോറൻസ് ചില പ്രത്യേക ചെടിയുടെ മേലെ പരീക്ഷണം നടത്തിയപ്പോൾ അത് എന്തിന്റെ മേലെയാന്ന് ചോദിച്ചാൽ ആന്റിറിനം മാജസ് എന്ന് പറഞ്ഞ സ്നാപ് ഡ്രാഗൺ, ആന്റിറിനം മാജസ് എന്ന് പറയുന്ന സ്നാപ് ഡ്രാഗൺ, അതിന്റെ ഫ്ലവറിനെ നമ്മൾ ഡോഗ് ഫ്ലവർ എന്നാണ് പറയുക. അപ്പൊ ഡോഗ് ഫ്ലവർ ഉള്ള ചെടിയുടെ പേരാണ് സ്നാപ് ഡ്രാഗൺ. അതാണ് ആന്റിറിനം മാജസ്. ഓക്കെ, അതിന്റെ മുകളിലും മിറാബിലിസ് ജലപ്പ,
അതായത് 4 o'clock പ്ലാന്റ് എന്ന് പറയും, 4 മണിപ്പൂവ് എന്ന് പറയും. ഈ 2 ചെടിയുടെ മേലെ കാൾ കോറൻസ് ഓഫ് ജർമ്മനിയിലെ കാൾ കോറൻസ് പരീക്ഷണം നടത്തി. അപ്പം അദ്ദേഹം കണ്ടെത്തിയത് ഒരു പ്രത്യേകതയാണ്, മെന്റലിന്റെ ആ ഒരു ഇൻഹെറിറ്റൻസ് അല്ല കിട്ടിയത്. അതായത് അതിന് നമ്മൾ പറയും ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. കാൾ കോറൻസ് ഓഫ് ജർമ്മനി എന്തിന്റെ മുകളിലാണ് പരീക്ഷണം നടത്തിയത്? അത് മറന്നുപോരുത്, ആന്റിറിനം മാജസ് അല്ലെങ്കിൽ മിറാബിലിസ് ജലപ്പ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺസ്ട്രക്ട് എ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇൻ മിറാബിലിസ്നോ സ്നാപ്ഡ്രാഗണോ ചോദിച്ചാൽ നേരത്തെ പോലെ അല്ല എഴുതേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ ഒന്നും ചോദിക്കാതിരിക്കുകയും അതേപോലെ തന്നെ പൈസം സെറ്റ് ചെയ്യുമ്പോൾ ഗാർഡൻ ബി എന്ന് ചോദിച്ചാൽ നേരത്തെ ഇതേപോലെ എഴുതാം. അപ്പോൾ ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കണ്ടെത്തിയത് കാൾ കോറൻസ് ആണ്. അദ്ദേഹം പരീക്ഷണം നടത്തിയത് ആന്റിറിനം മാജസ് എന്ന സ്നാപ്ഡ്രാഗണിലും അതിന്റെ ഫ്ലവറിനെയാണ് ഡോഗ് ഫ്ലവർ എന്ന് പറയുക. മിറാബിലിസ് ജലപ്പ എന്ന 4 o'clock 4 മണിപ്പൂവ് ഇതിലുമാണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ മെന്റലിന്റെ പഠിച്ച എന്താ, F1 പ്രോജനി ഡോമിനന്റ് പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, റിസസീവ് പാരന്റ് സ്വഭാവമേ ഇല്ല. അതാണ് കംപ്ലീറ്റ് ഡോമിനൻസ്. എന്നാൽ ഇവിടെ 2 പാരന്റിന്റെയും സ്വഭാവം ഉണ്ടാവില്ല. 2 പാരന്റിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പൊ റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്താൽ നോർമലി കിട്ടുക എന്താ, നമുക്കറിയാം മെന്റലിന്റെ ക്രോസ് ആണെങ്കിൽ അത് കിട്ടേണ്ടത് റെഡ് ആണ്, അല്ലെങ്കിൽ വയലറ്റും വൈറ്റും അല്ലെങ്കിൽ റെഡും വൈറ്റും ക്രോസ് ചെയ്താൽ കിട്ടേണ്ടത് റെഡ് ആണ്, അതാണ് ഡോമിനന്റ്. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡോമിനൻസില് അവിടെ F1 റെഡും കിട്ടിയില്ല വൈറ്റും കിട്ടിയില്ല, രണ്ടിനും കൂടെ ഇന്റർമീഡിയറ്റ് ആയ പിങ്ക് കളറാണ് കിട്ടിയത്. അത് മെന്റൽ അങ്ങനെ ഒരു ക്രോസ് ചെയ്തിട്ടേ ഇല്ല, അതാണ് അപ്പൊ രണ്ടിന്റെയും കൂടെ ഇന്റർമീഡിയറ്റ് കിട്ടുന്നതിനെയാണ് ഇൻകംപ്ലീറ്റ്. ഓക്കെ, ദ ഫീനോടൈപ്പ് ഡിഡ് നോട്ട് റിസംബിൾ എയ്തർ ഓഫ് ദ 2 പാരന്റ്സ്. 2 പാരന്റിന്റെയും സ്വഭാവമില്ല, ബട്ട് ഇസ് എൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ 2. ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ, രണ്ടെണ്ണത്തിനും ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടർ, അത്തരത്തിലുള്ള ഒരു ക്രോസിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുക. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ F1 2 പാരന്റിന് സ്വഭാവം കിട്ടില്ല, രണ്ടിനും കൂടെ ഇൻ ബിറ്റ്വീൻ ഓർ ഇന്റർമീഡിയറ്റ് ആണ് കിട്ടുക. അതിന് ഉദാഹരണമായിട്ട് കാൾ കോറൻസ് ചെയ്ത് എന്തൊക്കെയാ, ആന്റിറിനം മാജസ് എന്ന സ്നാപ്ഡ്രാഗൺ ഫ്ലവർ, ഡോഗ് ഫ്ലവർ, അതേപോലെ മിറാബിലിസ് ജലപ്പയുടെ. അപ്പൊ ഫ്ലവർ കളർ ഇൻഹെറിറ്റൻസ് എന്നാ പറയാ, ഫ്ലവർ കളർ ഇൻഹെറിറ്റൻസ് ഇൻ ആന്റിറിനം മാജസ് ഓർ മിറാബിലിസ് ജലപ്പ. അതാണ് അതില് ഈ ഒരു ക്രോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ കാണിച്ചു തരാം ആ ക്രോസ് എന്താണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ക്രോസ് പോലെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അതായത് റെഡ് ഈസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ്. എന്താണ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രം എഴുതി തരണം, ഇപ്പുറത്തുണ്ടത്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. റെഡും വൈറ്റും, റെഡിന് നമ്മൾ ക്യാപിറ്റൽ ആർ എടുക്കാം, വൈറ്റിന് സ്മോൾ ആർ എടുക്കാം. ഇതിനകത്തുനിന്ന് ഒരു ടൈപ്പ് ഗാമറ്റേ ഉണ്ടാവുള്ളൂ, ഒന്നല്ല ഒരു ടൈപ്പ്, ഇതിനകത്തുനിന്ന് ഒരു ടൈപ്പേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ RR കിട്ടും. ഈ RR ആണ് F1 പ്രോജനി. നമ്മുടെ മെന്റലിന്റെ ക്രോസ് ആണെങ്കിൽ ഇത് റെഡ് ആയിരിക്കണം, പക്ഷേ കാൾ കോറൻസിന്റെ ഈ ക്രോസിൽ കിട്ടിയിരിക്കുന്നത് ഇത് എന്താ, ദിസ് ഈസ് നോട്ട് റെഡ്, ഇറ്റ് ഈസ് പിങ്ക് കളർ. ഇവിടെ പാരന്റ് റെഡ്, മറ്റൊരു പാരന്റ് വൈറ്റ്, പക്ഷേ 2 പാരന്റിന് സ്വഭാവം കിട്ടില്ല, ഇന്റർമീഡിയറ്റ് ആയ പിങ്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെയാ, F1 into F1 സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ട് F2 കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ R സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ R സ്മോൾ ആർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താന്ന് നോക്കൂ. നമ്മൾ പുന്നറ്റ് സ്ക്വയർ ഒന്ന് വരച്ചു നോക്കിയാലോ. പുന്നറ്റ് സ്ക്വയർ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ആ സ്ക്വയർ വരച്ചു നോക്കാം. അതിനകത്ത് എന്താ ഉണ്ടാവുക, ഇവിടെ ഒരു ഗാമറ്റ് ക്യാപിറ്റൽ R എന്ന ഗാമറ്റ്, ഒന്ന് സ്മോൾ ആർ, ഇവിടെയും ക്യാപിറ്റൽ R സ്മോൾ ആർ. അപ്പൊ കിട്ടുന്നത് എന്തൊക്കെയാന്ന് പറയൂ. ആദ്യത്തത് ക്യാപിറ്റൽ R വരും, രണ്ടാമത്തത് ക്യാപിറ്റൽ സ്മോൾ വരും, ഇതൊക്കെ നേരത്തെ പഠിച്ചതാ. മൂന്നാമത്തത് ക്യാപിറ്റൽ സ്മോൾ വരും, നാലാമത്തത് സ്മോൾ വരും. സത്യത്തിൽ നേരത്തെ മെന്റലിന്റെ ആണെങ്കിൽ 3 റെഡും ഒരു വൈറ്റും വേണ്ടത്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് റെഡ് ആണ്, ക്യാപിറ്റൽ R റെഡ് ആണ്, പക്ഷെ ക്യാപിറ്റൽ R സ്മോൾ ആർ പിങ്ക് ആണ്. ഇതും എന്താണ്, പിങ്ക് ആണ്, ഇത് വൈറ്റ് ആണ്. അപ്പൊ കിട്ടിയിരിക്കുന്ന ഫീനോടൈപ്പ് വരെ നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും, ഫീനോടൈപ്പ് ഞാൻ ഇവിടെ എഴുതട്ടെ.
ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3:1 അല്ല കിട്ടേണ്ടത്, റെഡ് ഈസ് ടു പിങ്ക് ഈസ് ടു വൈറ്റ് ആണ് കിട്ടേണ്ടത്. അതായത് 1:2:1. കാരണം ഫീനോടൈപ്പിക് റേഷ്യോ 1:2:1. ഇനി ജീനോടൈപ്പിക് റേഷ്യോ എത്രയായിരിക്കും? ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടത് ക്യാപിറ്റൽ ആർ ഈസ് ടു ക്യാപിറ്റൽ ആർ ഈസ് ടു സ്മോൾ ആർ. അതും എന്ത് തന്നെയാണ്? 1:2:1. കണ്ടോ? അതായത് ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും ഒന്ന് തന്നെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇങ്ങനെ ഒരു ഇതാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പം കൺസ്ട്രക്ട് എ മോണോഹൈബ്രിഡ് ക്രോസ് ഇൻ മിറാബിലിസ് ഓർ സ്നാപ് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എഴുതണം നിങ്ങൾ. ഫീനോടൈപ്പും 1:2:1, ജീനോടൈപ്പും 1:2:1. ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ആ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടേ, ആ ചിത്രത്തിൽ ഫീനോടൈപ്പിക് റേഷ്യോ റെഡ് ഈസ് ടു പിങ്ക് ഈസ് ടു വൈറ്റ് 1:2:1. ജീനോടൈപ്പിക് റേഷ്യോ ക്യാപിറ്റൽ ആർ ഈസ് ടു ക്യാപിറ്റൽ ആർ ഈസ് ടു സ്മോൾ ആർ അഗൈൻ 1:2:1. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചു. മെന്റലിന്റെ കംപ്ലീറ്റ് ഡോമിനൻസും പഠിച്ചു, കോറൻസിന്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും പഠിച്ചെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ എന്ത് പറയും? രണ്ട് പാരന്റിന് സ്വഭാവം ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് പറയാ. ലുക്ക് ഹിയർ, ഇൻ കോ ഡോമിനൻസ് F1 progeny റിസംബിൾ ബോത്ത് ദ പാരന്റ്. ആദ്യത്തേൽ ഒരാൾ മാത്രം, രണ്ടാമത്തെ ആൾ ഇല്ല. രണ്ടാമത്തേൽ രണ്ടാളും ഇല്ല, ഇന്റർമീഡിയറ്റ് ആയിപ്പോയി. മൂന്നാമത്തേൽ കോ ഡോമിനൻസില് ബോത്ത് ദ പാരന്റൽ ക്യാരക്ടേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ടുഗദർ. ഒരാളെ മറ്റൊരാൾക്ക് അടിച്ചമർത്താൻ പറ്റില്ല, രണ്ട് സ്വഭാവവും കൂടെ എക്സ്പ്രസ് ചെയ്യാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ്. നമ്മൾ ABO സിസ്റ്റം എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാൾ ലാൻസ്റ്റേൺ കണ്ടുപിടിച്ച ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ABO ബ്ലഡ് ഗ്രൂപ്പ്സ് അല്ലെ? ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ I എന്ന് പറയുന്ന ഒരു ജീനാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. മനുഷ്യനിലെ ഈ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിലെ ഒരു കോൺട്രിബ്യൂഷൻ ഫാദറിലും ഒരു കോൺട്രിബ്യൂഷൻ മദറിലുമാണ്. അതായത് ഒരിക്കലും ഫാദറിന് മാത്രമോ മദറിന് മാത്രമോ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പില് അച്ഛനും അമ്മയും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒരലിയിൽ അച്ഛൻ്റെ അടുത്തുനിന്നും ഒന്ന് അമ്മയുടെ അടുത്തുനിന്നുമാണ് വരുന്നത്. വൺ ഫ്രം ഫാദർ ആൻഡ് അതർ ഫ്രം മദർ. അപ്പൊ ഈ ഐ ജീൻ എന്ന ജീനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ ഒരു ജീന് 2 അലീൽസേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ നോക്കുക, ഐ ജീന് 3 അലീൽസ് കാണാം. 3 ഉണ്ട്. അതായത് IA എന്ന് പറയുന്നുണ്ട്, IB ഉണ്ട്, സ്മോൾ ലെറ്റർ I ഉണ്ട്. 3 ഉണ്ട്. IAയും ഉണ്ട്, IBയും ഉണ്ട്, സ്മോൾ ലെറ്റർ I ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ IA ഈസ് ഈക്വലി ഡോമിനന്റ് വിത്ത് IB ആണ്. IAക്കും IBക്കും ഈക്വൽ ഡോമിനൻസ് ആണ്. എന്നാൽ അതേ സമയത്ത് സ്മോൾ ലെറ്റർ I റിസസീവ് ആണ്. അപ്പോൾ IA IB ഡോമിനന്റ് ആണ്, ഈക്വലി ഡോമിനന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇവർ രണ്ടുപേരും കൂടെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? IAയും IBയും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും കൂടെ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ AB ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ സ്മോൾ ലെറ്റർ I വന്നാൽ അത് റിസസീവ് ആണ്, അത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാ നമ്മൾ ഈ കാണിക്കുന്ന ചിത്രം നോക്കൂ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഒരു ഫാദർ എടുത്തുനിന്ന് വരുന്നത് IA ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പാരന്റ്, ഒരു പാരന്റ് ഫാദർ ഓർ മദർ ആരെങ്കിലും ഒരാൾ, രണ്ടുപേരും IA ആണെങ്കിൽ അതിന്റെ ജീനോടൈപ്പ് IA ആണ്, അത് A ഗ്രൂപ്പാണ്. ഇനി രണ്ടാമത്തത് ഒരു പാരന്റ് IA ആണ്, മറ്റൊരു പാരന്റ് സ്മോൾ ലെറ്റർ I ആണ്, അപ്പോൾ IA സ്മോൾ I ആണ്, അതും A ഗ്രൂപ്പാണ്. അപ്പൊ A ഗ്രൂപ്പിന് 2 കോമ്പിനേഷൻ ഉണ്ട്. A ഗ്രൂപ്പിന് 2 കോമ്പിനേഷൻ എന്തൊക്കെയാ? IAയും ഒരു ജീനോടൈപ്പാണ്, IA സ്മോൾ Iയും ജീനോടൈപ്പാണ്. പക്ഷേ ഇത് രണ്ടും എന്തല്ല? കോ ഡോമിനൻസ് അല്ല. അടുത്ത് നോക്കാം, IBയും IBയും ആണെങ്കിൽ IB B ഗ്രൂപ്പ് ഉണ്ടാവും. IBയും സ്മോൾ ലെറ്റർ I ആണെങ്കിൽ IB സ്മോൾ I എന്തുണ്ടാവും? B ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ B ഗ്രൂപ്പിനും 2 കോമ്പിനേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ AB ഗ്രൂപ്പ്, ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. ഇത് കണ്ടോ, IAയും IBയും വന്നാൽ
ഉണ്ടാവുന്ന ജീനോ ടൈപ്പ് IAIB ആണ്. ആ ജീനോ ടൈപ്പ് കണ്ടില്ലേ, രണ്ടും കൂടെ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ ഓൺലി എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ്. ഇത് മാത്രമാണ് കോഡോമിനൻസ് എക്സാമ്പിൾ. സത്യത്തിൽ ABO സിസ്റ്റം മൊത്തം കോഡോമിനൻസ് അല്ല. ആൻഡ് ഫൈനലി രണ്ടും സ്മോൾ ലെറ്റർ I ആണെങ്കിലോ അത് O ഗ്രൂപ്പ് ആവും. ഇതൊന്നും കോഡോമിനൻസ് അല്ല. ആകെയുള്ള കോഡോമിനൻസ് എന്ന് പറയുന്നത് AB ഗ്രൂപ്പ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇതെടുത്തില്ല എന്ന് വിചാരിക്കും. അതെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് തിരിച്ചിട്ടതാ. പാരന്റിന്റെ ആ Aയും Bയും തിരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ 6 ടൈപ്പ് ജീനോ ടൈപ്പും 4 ടൈപ്പ് AB ABO 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പും ആണുള്ളത്. ഫീനോ ടൈപ്പും 4 ഫീനോ ടൈപ്പും 6 ജീനോ ടൈപ്പും ആണ് ഉള്ളത്. അതിൽ AB ഗ്രൂപ്പ് മാത്രമാണ് കോഡോമിന. അപ്പൊ AB ഗ്രൂപ്പ് ഇൻ ABO സിസ്റ്റം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ്. കാരണം IAക്കും IBക്കും ഈക്വൽ ഡോമിനന്റ് ആയതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കോഡോമിനൻസ് എന്ന് പറയാം. ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ ബോർഡ് എക്സാമിന്, അതായത് സ്റ്റേറ്റ് ബോർഡിന് ചോദിക്കുന്നത് A ഗ്രൂപ്പുള്ള ഫാദർ, B ഗ്രൂപ്പുള്ള മദർ, O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാകുമോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കാം. A ഗ്രൂപ്പുള്ള ഫാദർ, B ഗ്രൂപ്പുള്ള മദർ, AB ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവുമോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഉണ്ടാവോ ഇല്ലേ. നമുക്കിവിടെ എഴുതി നോക്കാം. A ഗ്രൂപ്പുള്ള ഫാദർ എന്ന് പറയുമ്പോൾ എന്ത് എഴുതും? A ഗ്രൂപ്പുള്ള ഫാദർ A ഗ്രൂപ്പാണ്, ഫാദർ A. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? IA എന്ന് വിചാരിക്കാം. മദർ B ഗ്രൂപ്പ്, അപ്പൊ അത് IB ആണെന്ന് വിചാരിക്കുക. ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുക? കണ്ടില്ലേ, IAIB, അതായത് AB ഗ്രൂപ്പാണ്. ഇതും കൂടെ കൂടി ചേർന്നാലും IAIB AB ഗ്രൂപ്പാണ്. ഇനി ഈ IAയും IBയും കൂടി ചേർന്നാൽ IAIB AB ഗ്രൂപ്പാണ്. ഇനി ഇത് കൂടി ചേർന്നാലോ IAIB AB ഗ്രൂപ്പാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഹോമോസൈഗസ് ആയിട്ടുള്ള Aയും Bയും ആണെങ്കിൽ AB ഗ്രൂപ്പുള്ള കുട്ടിയെ ഉണ്ടാവുള്ളൂ, O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. Aക്കും Bക്കും മറ്റൊരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്. ABക്ക് ഒരൊറ്റ ഒന്നേ ഉള്ളൂ, ABക്ക് ഒരേ ഒരു കോമ്പിനേഷനേ ഉള്ളൂ, ഒരൊറ്റ ജീനോ ടൈപ്പേ ഉള്ളൂ. Oക്കും ഒരൊറ്റ ജീനോ ടൈപ്പേ ഉള്ളൂ. പക്ഷേ Aക്കും Bക്കും 2 ജീനോ ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് ക്രോസ് ചെയ്ത് നോക്കണ്ടേ. രണ്ടാമത്തെ കേസ് എടുക്കാം. ഫാദർ A ഗ്രൂപ്പ്, മദർ B ഗ്രൂപ്പ്. രണ്ടാമത്തെ പോസിബിലിറ്റി ഒന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ പോസിബിൾ അല്ല, ഒക്കെ AB ഗ്രൂപ്പാ. രണ്ടാമത്തത് ഫാദർ A മദർ B. ഇതെന്ന് പറഞ്ഞാൽ IA സ്മോൾ ലെറ്റർ I ഹെട്രോസൈഗസ് ഫാദർ ആയിക്കൂടെ. ഇതുപോലെ തന്നെ IB സ്മോൾ ലെറ്റർ I ഉള്ള ഹെട്രോസൈഗസ് മദർ ആയിക്കൂടെ. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഇതും കൂടെ കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും? IAIB AB ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാം. ഇനി ഇതും കൂടെ കൂടി ചേരുമ്പോൾ IA സ്മോൾ ലെറ്റർ I, അതായത് A ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാം. ഇനി ഈ സ്മോൾ Iയും Bയും കൂടെ കൂടി ചേരുമ്പോൾ IB സ്മോൾ ലെറ്റർ I B ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാം. ഇനി ഈ ഐയും കൂടി ചേരുമ്പോൾ രണ്ട് O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവൂല എന്ന് പറയുന്നത് തെറ്റാണ്. AB ഗ്രൂപ്പ് എന്തുള്ള A ഗ്രൂപ്പുള്ള ഫാദറും B ഗ്രൂപ്പുള്ള മദർ ആണെങ്കിലും O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവും. കാരണം അവർക്ക് ഹെട്രോസൈഗസ് ആണെങ്കിൽ, സ്മോൾ I കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഓക്കെ, ഇതിന് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മൂന്നാമത്തത് മൾട്ടിപ്പിൾ അലലിസം ആണ്. എന്താണ് മൾട്ടിപ്പിൾ അലലിസം എന്ന വാക്കിനർത്ഥം? മൾട്ടിപ്പിൾ അലലിസം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജീനിനകത്ത് 2 അലീൽസ് ആണ് ഉണ്ടാവുക. എന്നാൽ ഒരു ജീനിനെ 2ൽ കൂടുതൽ അലീൽസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുക. ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം അറിയാമല്ലോ, ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ ഒരു ഉദാഹരണം? AB ഗ്രൂപ്പ്, ABO സിസ്റ്റം തന്നെയാടാ. I ഗ്രൂപ്പ് ഹാസ് 3 അലീൽസ്. I ജീനിന് 3 അലീൽസ് ഉണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ ലെറ്റർ I ഉണ്ട്. പക്ഷെ നമ്മളെന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് നമ്മളെന്താ പറയാ,
നമുക്ക് 46 ക്രോമസോം അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് വരുന്നത്, നമ്മൾ ഒന്ന് ഫാദറിന്റെ അടുത്തുനിന്നും ഒന്ന് മദറിന്റെ അടുത്തുനിന്നും വരുന്ന കാരണത്താൽ നമ്മൾ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയതുകൊണ്ട് എന്ത് വരുന്നു, ഡിപ്ലോയിഡ് ആണ് നമ്മൾ. ഒരെണ്ണം ഫാദറിന്റെ അടുത്തുനിന്നും ഒരെണ്ണം മദറിന്റെ അടുത്തുനിന്നും. അപ്പൊ 2 എണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണേ കാണുള്ളൂ, പക്ഷെ 3 എണ്ണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതാണ് മൾട്ടിപ്പിൾ അലീലിസം. ഒരു ജീനിനെ 2 അലീൽസ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നോർമൽ, 2ൽ കൂടുതൽ അലീൽസ് കൺട്രോൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ അലീലിസം. അപ്പൊ മൾട്ടിപ്പിൾ അലീലിസത്തിന് ഉദാഹരണമാണ് ഈ ABO സിസ്റ്റം, AB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ABO ഗ്രൂപ്പ് മൊത്തം നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് മൾട്ടിപ്പിൾ. 17 എണ്ണത്തിൽ നമ്മൾ നേരത്തെ 5 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. 5 എണ്ണം നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. 5 എണ്ണം പറഞ്ഞതിന് ശേഷം ഇപ്പൊ 6, 7, 8 എണ്ണമായി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പ്ലിയോട്രോപ്പിസവും പോളിജനിക് ഇൻഹെറിറ്റൻസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നോർമലി നിങ്ങൾ കേൾക്കണം, നോർമലി ഒരു ജീൻ ഒരു ക്യാരക്ടറിനെയാണ് കൺട്രോൾ ചെയ്യുക. ഒരു ജീനിന് ഒരു ക്യാരക്ടറിനെയാണ് കൺട്രോൾ ചെയ്യുക. എന്നാൽ ചില ജീനുകൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യും. അതിനെയാണ് പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയുക. ഇഫ് വൺ ജീൻ കൺട്രോൾ മെനി ക്യാരക്ടേഴ്സ്, അതിന് നമ്മൾ പറയുന്ന സിംപിളി പറയുകയാണെങ്കിൽ വൺ ജീൻ കൺട്രോൾ മെനി ക്യാരക്ടേഴ്സ്, അതാണ് പ്ലിയോട്രോപ്പി എന്ന് പറയാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, അക്കോർഡിംഗ് ടു മെൻഡൽ വൺ ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ ആണ്. ഒരു ജീനിന് ഒരു ക്യാരക്ടറെയാണ് കൺട്രോൾ ചെയ്യുക. എന്നാൽ വെൻ എ സിംഗിൾ ജീൻ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ എഫക്ട്, ദ കണ്ടീഷൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിസം. ചുരുക്കി പറഞ്ഞാൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ പ്ലിയോട്രോപ്പിസം എന്നാണ് പറയുക. ഓക്കെ, ആ ജീനിനെ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയും. ഇത് നമ്മളൊരു ഉദാഹരണം പറയുന്നത്, ഈ സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ, സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസിനെ, സ്റ്റാർച്ച് ഗ്രെയിനിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ സീഡിന്റെ ഷേപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനിനെ പറ്റിയാണ് പറയുന്നത്. അത് നോക്കിയാൽ നിങ്ങൾ കാണാം, സീഡിന്റെ ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അതേ ജീൻ തന്നെ എന്തിനേയും കൺട്രോൾ ചെയ്യുന്നു, സ്റ്റാർച്ച് ഗ്രെയിനിനെയും കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നില്ലേ. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന രോഗം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു രോഗമുള്ള ആൾക്ക് ഒരു പ്രത്യേക, അത് നമുക്ക് അവിടെ പഠിക്കാം, പ്രത്യേകമായ എൻസൈം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. ആ ജീനിന്റെ സ്വഭാവം ആ ഒരു പ്രത്യേക എൻസൈമിനെ തകരാറിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് കൂടാതെ അത് മെന്റൽ റിട്ടാർഡേഷനും പിഗ്മെന്റേഷനും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ കാണിക്കുന്നു. നമ്മൾ 2 ഉദാഹരണം പഠിക്കുക. ഒന്ന്, ദ ജീൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് ഓർ കൺട്രോൾ ദ സീഡ് ഷേപ്പ് ആസ് വെൽ ആസ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ്, ഒരു ഉദാഹരണം. രണ്ടാമത്തത് ഫിനൈൽ കീറ്റോൺ യൂറിയ. അത്രയും നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇതിന് പഠിക്കുക. അതേപോലെ മറ്റൊന്നാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? ആ വാക്കിന് അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഒരു ജീൻ കുറെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പ്ലിയോട്രോപ്പി എങ്കിൽ എന്തായിരിക്കും പോളിജീൻ? മെനി ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ. അപ്പം ഒന്നിൽ കൂടുതൽ ജീനുകൾ, സാധാരണ ഒരു ജീൻ ഒരു ക്യാരക്ടർ, പക്ഷേ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ കാണിക്കുമ്പോൾ, കൺട്രോൾ ചെയ്യുമ്പോൾ അത് പ്ലിയോട്രോപ്പി എന്ന് പറയും. എന്നാൽ കുറെ ജീനുകൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതാണ് പോളിജനിക്. ഓർമ്മിക്കുക, പോളിജീൻ എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്കിൻ കളർ ഇൻ ഹ്യൂമൻ. സ്കിൻ കളർ ഇൻ ഹ്യൂമൻ, സ്കിൻ കളർ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കറുത്ത നിറമുള്ള അച്ഛനും കറുത്ത നിറമുള്ള അമ്മയ്ക്കും ചിലപ്പോൾ വെളുത്ത കുട്ടി ഉണ്ടാവാം. അപ്പൊ എന്താണ് കാര്യം? നമ്മൾ ഇതെങ്ങനെ ഉണ്ടായി എന്ന്. അതായത് സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് 3 ജീനുകളാണ്. ABC എന്ന് പറയുന്ന 3 എണ്ണം. ആ 3 എണ്ണം എന്ന് പറയുമ്പോൾ അത് നോക്കുമ്പോൾ എത്ര ഉണ്ടാവും? ടോട്ടൽ 6 അലീൽസ് ഉണ്ടാവും. ഓക്കെ, 3 A ഉണ്ട്, B ഉണ്ട്. അപ്പം ഒന്നിൽ കൂടുതൽ ജീനുകൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതാണ് പോളിജീൻ, പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, there are many traits that are not so distinct in their occurrence but are spread across gradient. ഈ വാക്കിന് അർത്ഥം അറിയാലോ. അതായത് നിങ്ങളിപ്പോൾ ടോളിനെയും അല്ലെങ്കിൽ റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ്, 2 എക്സ്ട്രീമിറ്റിയാണ് കിട്ടുക.
എന്നാൽ അതിനിടയ്ക്ക് പല കളർ ചേഞ്ച് ഉള്ള വേരിയന്റും ഉണ്ടാവും, അതൊന്നും നമുക്ക് കിട്ടൂല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ ജീനുകളാണ് കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ ക്യാരക്ടറിനെ. അപ്പോൾ വ്യത്യസ്തമായ ഗ്രാഡിയന്റ് ആയി കിട്ടും. പല പല കളർ പാറ്റേൺ ഉണ്ടാവും, പല കളർ റേഞ്ച് ചെയ്യും. അപ്പൊ അതിന് ഉദാഹരണമാണ് സ്കിൻ കളർ ഇൻ ഹ്യൂമൻ, ഹൈറ്റ് ഓഫ് ഹ്യൂമനും വരും. ഇത് പോളിജെനിക്. മെനി ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ, അതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. നമുക്ക് ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ പഠിക്കണം. വാട്ട് ഈസ് എ ഡൈഹൈബ്രിഡ് ക്രോസ്? ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണ്? എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താ? വൺ ക്യാരക്ടർ ഉള്ളതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. ഒരു ക്യാരക്ടർ, അപ്പൊ രണ്ട് ക്യാരക്ടർ ഉള്ളതിനെ, രണ്ട് പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. ഉദാഹരണം പറയാം ഞാൻ, ഒരു ചെറിയ സിമ്പിൾ ഉദാഹരണം. അതായത് ടോൾ പ്ലാന്റ് വിത്ത് വയലറ്റ് കളർ ഈസ് ക്രോസ്ഡ് വിത്ത് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. ഇവിടെ നമ്മൾ ഒരു ക്യാരക്ടർ അല്ല. ആ വയലറ്റും അത് നമ്മൾ ടോളും ഡ്വാർഫും എടുക്കുന്നത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന ഒരു ക്യാരക്ടറാണ്. വയലറ്റും വൈറ്റും എടുക്കുന്നത് ഫ്ലവർ കളർ എന്ന രണ്ടാമത്തെ ക്യാരക്ടറാണ്. അപ്പൊ രണ്ട് ക്യാരക്ടർ, അതിന് രണ്ട് പെയർ ട്രേറ്റ് ഉണ്ടാവും. അത് വെച്ചുള്ള ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെന്റൽ ചെയ്തിരിക്കുന്ന ഒരു ക്രോസിൽ നിങ്ങൾ നോക്കിയാൽ എന്താ, ഈ ഒരു ക്രോസ് നമ്മൾ പറയുമ്പോൾ എന്താ കിട്ടിയിരിക്കുന്ന? റൗണ്ട് യെല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, റൗണ്ട് യെല്ലോ. റൗണ്ട് യെല്ലോ എന്ന ഡോമിനന്റിനെ എന്തുമായിട്ട് ക്രോസ് ചെയ്യുന്നു? റിങ്കിൾഡ് ഗ്രീൻ. റിങ്കിൾഡ് ഗ്രീൻ, റൗണ്ട് യെല്ലോ സീഡ്, റിങ്കിൾഡ് യെല്ലോ സീഡുമായിട്ട് ക്രോസ് ചെയ്യുന്നു. റൗണ്ട് ആൻഡ് റിങ്കിൾഡ് എന്ന് പറയുന്നത്, റൗണ്ട് ആൻഡ് റിങ്കിൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയർ ഓഫ് ക്യാരക്ടർ ആണ്. അല്ല, ഒരു ക്യാരക്ടർ ആണ്, ഒരു പെയർ ഓഫ് ട്രേറ്റ് ആണ്. യെല്ലോ സീഡ് ആൻഡ് ഗ്രീൻ സീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്യാരക്ടർ ആണ്, രണ്ടാമത്തെ പെയർ ഓഫ് ട്രേറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പെയർ ഓഫ് ട്രേറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിനെ ക്രോസ് ചെയ്യുന്നതിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഇതിൽ നിങ്ങൾ 16 എണ്ണം കിട്ടും. അതായത് റൗണ്ട് യെലോനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റൗണ്ട് യെല്ലോ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ, ഇതാണ് റൗണ്ട് യെല്ലോ. അടുത്തത് ഇതിനെ നമ്മൾ സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ, ഇതാണ് റിങ്കിൾഡ് ഗ്രീൻ. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഒരു ടൈപ്പ് ക്യാപിറ്റൽ ആർ ഉണ്ടാവും, ഇതിനകത്തുനിന്ന് ഒരു ടൈപ്പ് ക്യാപിറ്റൽ വൈ ഉണ്ടാവും, ഇതിനകത്തുനിന്ന് ഒരു ടൈപ്പ് സ്മോൾ ആർ ഉണ്ടാവും, ഒരു ടൈപ്പ് സ്മോൾ വൈ. ഇതെല്ലാം ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, F1. ഇത് മെന്റലിന്റെ ക്രോസാ. മെന്റലിന്റെ ക്രോസ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഡോമിനൻസാ. അതുകൊണ്ട് ഇത് റൗണ്ട് യെല്ലോ ആയിരിക്കും. പാരന്റ് റൗണ്ട് യെല്ലോ ആയിരിക്കും, ഈ ഡോമിനന്റ് പാരന്റ് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? F1നെ F1 കൊണ്ട് ക്രോസ് ചെയ്ത് F2 ഉണ്ടാക്കി. അപ്പോൾ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ സ്മോൾ വൈ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതാണ് ഈ ചിത്രം. ഈ ചിത്രത്തില് നിങ്ങൾ 16 എണ്ണം ഉണ്ടാവും. എടാ 4 × 4 16 എണ്ണം ഉണ്ടാവും. ആ 16 എണ്ണത്തിൽ എന്താണെന്ന് ശ്രദ്ധിക്കുക. ആ 16ന്റെ പോയിന്റ് നിങ്ങൾ നോക്കിയാൽ അതിൽ റൗണ്ട് യെല്ലോ 9 എണ്ണം. 9 എണ്ണം റൗണ്ട് യെല്ലോ. റൗണ്ട് യെല്ലോ ആരാ? റൗണ്ട് യെല്ലോ പാരന്റ് ആണ്. അപ്പൊ ഞാനിവിടെ P എന്ന് എഴുതാം. റൗണ്ട് യെല്ലോ പാരന്റ് ആണ്, താഴെ കാണുന്നു നിങ്ങൾ. അടുത്തത് 3 എണ്ണം റൗണ്ട് ഗ്രീൻ. അങ്ങനെ ഒരാൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, അത് നോൺ പാരന്റ് ആണ്. എടാ നിങ്ങൾ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ അല്ലേ എടുത്തിട്ടുള്ളൂ പാരന്റ് ആയിട്ട്. അപ്പോൾ റൗണ്ട് യെല്ലോ 9 എണ്ണം ഉണ്ടാവും, അത് പാരന്റ് ആണ്. റൗണ്ട് ഗ്രീൻ പുതിയൊരു കോമ്പിനേഷൻ ആണ്, പാരന്റ് അല്ല. അടുത്തത് നിങ്ങൾ നോക്കൂ, റിങ്കിൾഡ് യെല്ലോ. റിങ്കിൾഡ് യെല്ലോ 3 എണ്ണം ഉണ്ട്, ഇതും നോൺ പാരന്റ് ആണ്, പാരന്റ് അല്ല. പിന്നെ എന്താ ഉള്ളത്? 4-മത്തത് റിങ്കിൾഡ് ഗ്രീൻ, അത് ഒരെണ്ണം, അതാരാ? അത് പാരന്റ് ആണ് അല്ലേ? നോക്കൂ, റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ ആണ്. അതിൽ 9ഉം 1ഉം മാത്രമാണ് പാരന്റ്. ബാക്കിയുള്ള 3 ഇതുവരെ കിട്ടാത്തൊരു കേസ് അത് കണ്ടത് നിങ്ങൾ. ഇതുവരെ നിങ്ങൾ പാരന്റിന്റെ സ്വഭാവം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഡൈഹൈബ്രിഡ് ക്രോസോ അതിന് മേലെ വരുമ്പോഴോ എന്ത് സംഭവിക്കും? ഡൈഹൈബ്രിഡ് ക്രോസ് 2 ക്യാരക്ടേഴ്സ് 2 പെയർസ് ഓഫ് ട്രേറ്റ്സ് എടുക്കുമ്പോൾ, അതോ അതിന് മേലെ വരുമ്പോഴോ പാരന്റിന്റെ കൂടെ നോൺ പാരന്റൽ ക്യാരക്ടർ കൂടെ കാണും.
ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ പറയുന്നത്. 9:3:3:1 റേഷ്യോ ആണ്. 9:3:3:1. ഇതിന്റെ ജീനോ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്തി ആണ് കേട്ടോ. ഇതിന്റെ ജീനോ ടൈപ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 1:2, 1:2:4, 2:1, 2:1. ഇതാണ് 9 എണ്ണം ഉണ്ടാവും. ഈ 9 ഇത് ഒരു പാലിയൻഡ്രോമാ, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമാ. 1:1:4, 2:1:1, 1:1:4, 2:1:1. ഇത് ജീനോ ടൈപ്പ് ആണ്. പക്ഷെ ഫീനോ ടൈപ്പ് പഠിക്കണം. 9:3:3:1 ആണ്. അതിൽ 9ഉം 1ഉം പാരന്റ് ആണ്, 3ഉം 3ഉം നോൺ പാരന്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇവിടെ നോൺ പാരന്റൽ ക്യാരക്ടർ വന്നു. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൽ ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ടായി. മോണോഹൈബ്രിഡ് ക്രോസിൽ നോൺ പാരന്റൽ ക്യാരക്ടർ ഇല്ല, അതുകൊണ്ട് ആ ഒരു ലോ അവിടെ ഉണ്ടാക്കിയില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡൈഹൈബ്രിഡ് ക്രോസ് മെന്റൽ ചെയ്തപ്പോൾ പാരന്റിന്റെ കൂടെ നോൺ പാരന്റിന്റെ കോമ്പിനേഷൻ അദ്ദേഹം കണ്ടു. അതിൽ നിന്നാണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ് മെന്റൽ അദ്ദേഹത്തിന്റെ അടുത്ത ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ് മെന്റൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഉണ്ടാക്കിയത്. അത് മോണോഹൈബ്രിഡിന് അപ്ലിക്കബിൾ അല്ല. അതിലെന്താണ് പറയുന്നത്? 2 പെയർ ഓഫ് ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് 2 പെയർ ഓഫ് ക്യാരക്ടേഴ്സ്, 2ഓ അതിൽ കൂടുതലോ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, അതായത് 2ഓ അതിൽ കൂടുതലോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ഒരു പെയർ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടാമത്തതിനോട് പ്രവർത്തിക്കും. അപ്പോൾ നേരത്തെ ആകെ ഒരു പെയർ ഉള്ളത് കൊണ്ട് അവർക്ക് വേറെ ഒരു അഡീഷണൽ ആയിട്ട് എങ്ങോട്ടും പോകാൻ തിരിയാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇതല്ലായിരുന്നോ പാരന്റ്? ഇതിൽ ഈ ക്യാപിറ്റൽ ആറിന് ക്യാപിറ്റൽ വൈ ആയിട്ടും ഈ ക്യാപിറ്റൽ ആറിന് സ്മോൾ വൈ ആയിട്ടും 50-50 ചാൻസ് ആണ്. എടാ, ഇത് കൂടിച്ചേർന്ന് ക്യാപിറ്റൽ ആർ വൈ ആവാനും ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആവാനും ഈക്വൽ ചാൻസ് ആണ്. അതുപോലെ ഈ സ്മോൾ ആറിന് ഇതുമായി രണ്ടുമായി കൂടിച്ചേരാൻ ഈക്വൽ ചാൻസ് ആണ്. ഫ്രീ ആണ് അവര്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഉണ്ടാവും, സ്മോൾ ആർ സ്മോൾ വൈ ഉണ്ടാവും. അത് ഇവര് തീരുമാനിക്കുക. ഇവർ ഇൻഡിപെൻഡന്റ് ആണ്. ഒന്നിൽ കൂടുതൽ പെയേഴ്സ് വരുന്ന സമയത്ത് ഒരു പെയർ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് രണ്ടാമത്തേനോട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പാരന്റിന്റെ ക്യാരക്ടർ കൂടാതെ നോൺ പാരന്റിന്റെ ക്യാരക്ടർ കൂടെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ആസ് എ റിസൾട്ട് ഓഫ് ദ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നോൺ പാരന്റൽ ക്യാരക്ടേഴ്സ് ഒക്കർ. ഓക്കെ, ഇതാണ് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് നമ്മൾ പറഞ്ഞു. ഇതോടുകൂടെ ആദ്യത്തെ 5 എണ്ണത്തിനോടുകൂടെ നമ്മൾ 17 എണ്ണത്തിൽ ആദ്യത്തെ 5 ടോപ്പിക്കിനോട് കൂടാതെ എന്തൊക്കെ നമ്മൾ അടുത്ത എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു, കോ ഡോമിനൻസ് പഠിച്ചു, മൾട്ടിപ്പിൾ അലലിസം പഠിച്ചു, പ്ലിയോട്രോപ്പി പഠിച്ചു, പോളിജനിക് ഇൻഹെറിറ്റൻസ് പഠിച്ചു, അതേപോലെ തന്നെ ഡൈഹൈബ്രിഡ് ക്രോസും പഠിച്ചു. അതിന് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പോൾ 11 പോയിന്റുകൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് കൃത്യമായിട്ട് 6 പോയിന്റുകൾ പഠിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതോടാകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഡൈഹൈബ്രിഡ് ക്രോസ്. നമുക്ക് അടുത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് പോവാം അല്ലേ. അതായത് നിങ്ങൾക്കറിയാം 1856 to 63 വരെയുള്ള കാലഘട്ടത്തിലാണ് മെന്റല് പരീക്ഷണം നടത്തിയത്. 1865 അദ്ദേഹം ജേണലിൽ അത് പബ്ലിഷ് ചെയ്തത്. പക്ഷെ ഏകദേശം ഒരു 1900 വരെയുള്ള കാലഘട്ടത്തിൽ അത് വെളിച്ചം കാണാതിരുന്നതാണ്. ഈ ഒരു റീഡിസ്കവറി നടത്തിയതാരാ? 1900 ശേഷം 3 രാജ്യത്തുള്ള 3 സയന്റിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അവർ ഒന്നിച്ചല്ല, ഇൻഡിപെൻഡന്റ് 3 രാജ്യത്തുള്ള ആൾക്കാരാണ്. അവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് റീഡിസ്കവറി. അതാരൊക്കെയാ? ഒന്ന് ഹ്യൂഗോ ഡിവ്രിസ് ആണ് അല്ലെ, ഹ്യൂഗോ ഡിവ്രിസ് ഓഫ് ദ ഹോളണ്ട്, കാൾ കോറൻസ് ഓഫ് ജർമ്മനി ആൻഡ് വോൺ ഷെർമാർക്ക് ഓഫ് ഓസ്ട്രിയ. അദ്ദേഹം ആരുടെ നാട്ടുകാരനാണ്? മെന്റലിന്റെ. അപ്പോ ഹ്യൂഗോ ഡിവ്രിസ്, കാൾ കോറൻസ്, വോൺ ഷെർമാർക്ക് എന്ന് പറയുന്ന 3 സയന്റിസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പരീക്ഷണം നടത്തുകയും അത് 1900 ശേഷം, അപ്പോഴത്തേക്ക് മെന്റൽ മരിച്ചു പോയിട്ടുണ്ട്.
റീഡിസ്കവർ ചെയ്യുകയും മെൻഡലിയൻ കോൺസെപ്റ്റ് ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഏകദേശം എന്ത് ഉണ്ടായത്, മൈക്രോസ്കോപ്പി കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയത്. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റിന് ഈ ന്യൂക്ലിയസ്, സെല്ലിലെ ന്യൂക്ലിയസിൽ നമ്മൾ ഈ സെല്ലിലേക്ക് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് കളർ ചേർക്കുമ്പോൾ അതിലുള്ള ന്യൂക്ലിയസിലുള്ള ചില പ്രത്യേക ഭാഗങ്ങൾ കളേർഡ് ബോഡീസ് ആയിട്ട് കാണപ്പെടുന്നു. ആ അർത്ഥത്തിൽ ക്രോമസോം, കളേർഡ് ബോഡി എന്ന അർത്ഥം വരുന്ന ക്രോമസോമുകളെ പറ്റി പഠിക്കുകയും ആ മെയോസിസ് സമയത്ത് ക്രോമസോമുകൾ പ്രത്യേക രീതിയിൽ അത് ഡബിൾ ചെയ്ത് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ വാൾട്ടർ സട്ടൻ, തിയോഡർ ബോവറി, ഇതാണ് നമ്മൾ 3 പേര് കേട്ടോ. ഹ്യൂഗോ ഡീവറിസ്, കാൾ കോറൻസ്. വോൺ ഷെർമാർക്കിന് ചിത്രമല്ല ഇത്, നമ്മുടെ ക്രോമസോം തിയറി എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത TH മോർഗാന്റെ ചിത്രമാണ്. ഓക്കെ, അപ്പോൾ വാൾട്ടർ സട്ടൻ, തിയോഡർ ബോവറി എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ ഈ ഒരു ക്രോമസോം മൂവ്മെന്റും മെന്റലിന്റെ കോൺസെപ്റ്റും കൂടെ കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കി, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. കാരണം ക്രോമസോമിന്റെ പല സ്വഭാവങ്ങളും പാരലൽ ടു ദ ക്യാരക്ടേഴ്സ് ഓഫ് ജീനാണ്. ജീനിന്റെ ക്യാരക്ടേഴ്സും അതുപോലെ ക്രോമസോമിന്റെ ക്യാരക്ടേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയി പോവുകയാണ്. അതിൽ നിന്നാണ് വാൾട്ടർ സട്ടൻ, തിയോഡർ ബോവറി ഈ ക്രോമസോം മൂവ്മെന്റും അതേപോലെ തന്നെ മെന്റേലിയൻ കോൺസെപ്റ്റും കൂടെ കൂട്ടിച്ചേർത്ത് അത് രണ്ടും കൂടെ ബേസ് ചെയ്തിട്ട് അവരെന്തുണ്ടാക്കി, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കി. അതിലെ ബേസിക് ആയ ഐഡിയ പറയുന്നത് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം. ജീനുകൾ എവിടെ കാണപ്പെടുന്നു, ക്രോമസോമിൽ കാണപ്പെടുന്നു. പ്രത്യേകമായ പോയിന്റ്, ലോക്കസ്, ഒന്നിൽ കൂടാകുമ്പോൾ ലോക്കി എന്ന് പറയും. അപ്പം ക്രോമസോമിലെ പ്രത്യേക പോയിന്റുകളായ ലോക്കസിലാണ് ജീനുകൾ കാണപ്പെടുന്നതെന്നും ഈ ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ജീനുകൾ സെഗ്രിഗേറ്റ് ചെയ്യുമെന്നും ഈ ക്രോമസോമൽ റീയൂണിയൻ ചെയ്യുമ്പോൾ, യുണൈറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും കൂടിച്ചേരുമെന്നൊക്കെ മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ടാണ് അലീൽസ് ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും യുണൈറ്റ് ചെയ്യുന്നതും ചോദിച്ചാൽ അത് ക്രോമസോമുകൾ സെഗ്രിഗേറ്റ് ചെയ്യുകയും യുണൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാൾട്ടർ സട്ടൻ, തിയോഡർ ബോവറിയാണ്. ഇതിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ നടത്തിയത് ആരാ? എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ, ഈ ക്രോമസോം തിയറി പറ്റിയിട്ട് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്തത് തോമസ് ഹണ്ട് മോർഗാൻ, TH മോർഗാൻ എന്ന സയന്റിസ്റ്റ് ആണ്. തോമസ് ഹണ്ട് മോർഗാൻ, അദ്ദേഹത്തിന്റെ കൊളീഗ്സുമാണ് അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്തിനാണ് എടുത്തിരിക്കുന്നത്, എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈ ആണ് എടുത്തത്. ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈ അദ്ദേഹം എടുത്തു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, ചെടികളും ജീവികളുമായിട്ട്. വൈ ഹി സെലക്ടഡ് ദിസ് പർട്ടിക്കുലർ ടൈനി ഇൻസെക്ട്? എന്തിനാണ് ഈ ചെറിയ ഒരു ജീവി എടുത്ത്? ചോദിക്കാവുന്ന ചോദ്യമാണ്. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുക? ഒരഹങ്കാരവും ഇല്ലാത്തൊരു ജീവിയാണ്. ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഇൻ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഈവൺ ഇൻ ദ ലാബോറട്ടറി. ലാബോറട്ടറിയിലെ സിമ്പിൾ മീഡിയത്തിൽ പോലും ഇതിനെ വളർത്താം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിന്റെ ലൈഫ് സൈക്കിൾ 2 വീക്സേ ഉള്ളൂ, മാസങ്ങളോ വർഷങ്ങളോ ഇല്ല. വെറും 2 ആഴ്ച ജീവിത ദൈർഘ്യമുള്ള ലൈഫ് സ്പാൻ ഉള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഒരുപാട് സമയം ഇതിനെ പരീക്ഷണം നടത്താം. പിന്നെ എന്തിനകത്ത്, സിംഗിൾ മെയ്റ്റിനകത്ത് ലാർജ് നമ്പർ ഓഫ് പ്രോജനി ഉണ്ടാവും. സിംഗിൾ മെയ്റ്റിങ്ങിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മെയിലിനും ഫീമെയിലിനെയും കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ, മെയിൽ ഈസ് സ്മോളർ ദാൻ ഫീമെയിൽ. അപ്പോൾ മെയിലും ഫീമെയിലും കൃത്യമായിട്ട് എക്സ്റ്റേണൽ ക്യാരക്ടറിലെ കണ്ടുപിടിക്കാൻ പറ്റും. മാത്രവുമല്ല അതിൻ്റെ ഹെറിഡിറ്ററി വേരിയേഷൻ സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് TH മോർഗാൻ ഡ്രോസോഫിലയെ എന്താക്കിയെടുത്തത്, എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആക്കി എടുത്തതെന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, ഇനി ഈ TH മോർഗാൻ, ഇതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. TH മോർഗാൻ എന്തിന്റെ മേലെ പരീക്ഷണം നടത്തിയപ്പോൾ, TH മോർഗാൻ ഈ ഡ്രോസോഫില മെലനോഗാസ്റ്ററിന്റെ മേലെ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന്റെ അതേ റേഷ്യോ അല്ലേ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുക, 9:3:3:1. പക്ഷേ ആ റേഷ്യോ പലതും ഡീവിയേറ്റ് ചെയ്തു. കാരണം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വ്യത്യാസമുണ്ട്. ഇദ്ദേഹം സെക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. X ക്രോമസോമുള്ള ക്യാരക്ടേഴ്സ് ആണ്, മറ്റെങ്ങനെയല്ലല്ലോ.
ആ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ പലപ്പോഴും 9:3:3:1 വന്നില്ല. അപ്പം TH മോർഗൻ ചിന്തിച്ചു എന്തുകൊണ്ട്. അദ്ദേഹത്തിന് ഉത്തരം കിട്ടി, ഇറ്റ്സ് ഡ്യൂ ടു ലിങ്കേജ് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് മനസ്സിലായി. അതായത് എന്താണ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ, ഒരേ ക്രോമസോമിൽ സ്ഥിതി ചെയ്യുന്ന ജീനുകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവര് ക്ലോസ്ലി ഓർ ടൈറ്റ്ലി ലിങ്ക്ഡ് ആയിരിക്കും. അത് ഒരേ ക്രോമസോമിൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജീനുകൾ, ഡിസ്റ്റൻസ് കുറവുള്ള ജീനുകൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനായിരിക്കും. അവർ അതേപോലെ അടുത്ത ജനറേഷനിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ പാരന്റൽ ക്യാരക്ടർ കൂടും. ഈ ഒരു ഫിസിക്കൽ അസോസിയേഷനെയാണ് ലിങ്കേജ് എന്ന് പറയുക. അപ്പോൾ ഒരേ ക്രോമസോമിൽ സ്ഥിതി ചെയ്യുന്ന ജീനുകൾ, അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജീനുകൾ നമ്മളുള്ള ഫിസിക്കൽ അസോസിയേഷനെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ജീൻ അതേ ആസ് സച്ച് അതുവഴി അതുപോലെ തന്നെ മാറ്റമില്ലാതെ അടുത്ത ജനറേഷനിൽ പോകും. അപ്പോൾ പാരന്റൽ ക്യാരക്ടർ അതുപോലെ കിട്ടും. അപ്പോൾ ലിങ്കേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാരന്റൽ ക്യാരക്ടർ ആണ്. അതേ സമയത്തോ ലൂസ്ലി ലിങ്ക്ഡ് ജീൻ ആണെങ്കിലോ, ജീനുകൾ വളരെ ദൂരെയാണെങ്കിലോ, അവർ ലൂസ്ലി ലിങ്ക്ഡ് ആകുമ്പോൾ അവർക്ക് ലിങ്കേജ് കുറയും. അടുത്ത പ്രോസസ്സിന്റെ പേരാണ് റീകോമ്പിനേഷൻ. അതാണ് നോൺ പാരന്റൽ ക്യാരക്ടർ. നേരത്തെ നമ്മൾ പഠിച്ചത് 9ഉം 1ഉം പാരന്റൽ ആണെങ്കിൽ 3ഉം നോൺ പാരന്റൽ അല്ലേ? അതിന് കാരണം റീകോമ്പിനേഷൻ ആണ്. റീകോമ്പിനേഷന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നോൺ പാരന്റൽ ക്യാരക്ടർ ഉണ്ടാവുന്നത്. ഇത് ഒരു ക്രോസ് എയും ക്രോസ് ബിയും നിങ്ങളെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തത് യെല്ലോ ബോഡീഡ് ആണ്, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ. അപ്പം യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലും ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ക്യാരക്ടർ ബോഡി കളർ ആൻഡ് ഐ കളർ ആണ്. അത് ക്രോസ് 1 ബോഡി കളറും ഐ കളറും. രണ്ടാമത്തേല് വൈറ്റ് ഐഡ് ആൻഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽ. അതേ സമയത്ത് എന്തെടുത്തിരിക്കുന്നു? റെഡ് ഐഡ് ആൻഡ് ലാർജ് വിങ്ഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ക്യാരക്ടേഴ്സ് നേരത്തെ പോലെ ബോഡി കളർ ആൻഡ് ഐ കളർ അല്ല, ഇവിടെ ഐ കളർ ആൻഡ് വിങ് സൈസ് ആണ്. ഇപ്പൊ ക്രോസ് 1 ബോഡി കളർ ഐ കളർ എടുത്തു. അപ്പോൾ എന്തു സംഭവിച്ചു നോക്കാം. രണ്ടാമത്തെ ക്രോസില് ബോഡി ഐ കളർ ആൻഡ് വിങ് സൈസ് എടുത്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത് നോക്കാം. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടോ? പണ്ട് നമ്മളെ ബോർഡ് എക്സാമിന് കേരള ബോർഡിന് ഈ ചോദ്യം ഇതുപോലെ തന്നിട്ട് എന്താണ് ഇതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ലിങ്കേജ് എന്നാണ് പറയേണ്ടത്. ഈ ചിത്രം എന്തിനെ കാണിക്കുന്നു? ലിങ്കേജിനെ കാണിക്കുന്നു എന്ന് പഠിക്കുക. ഇനി നമുക്ക് എന്താണ് ലിങ്കേജ് എന്ന് ചോദിക്കും. അപ്പോൾ ഫിസിക്കൽ അസോസിയേഷൻ എന്ന് പറയാം. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കുക നിങ്ങൾ. ഈ ക്രോസ് എ എന്തായാലും നമ്മൾ എടുത്തത് ക്രോസ് എയില് ബോഡി കളർ ആൻഡ് ഐ കളർ. അതിന് കാരണമായ ജീനിന്റെ ലൊക്കേഷൻ നോക്ക് മക്കളെ. ഇവിടെ വളരെ അടുത്താണ് അവർ സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? ആ രണ്ട് ജീനുകളും വളരെ അടുത്താണ്. അപ്പൊ അത് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനാണ്. അപ്പോൾ ലിങ്കേജ് കൂടുതലായിരിക്കും. അപ്പോൾ പാരന്റൽ ക്യാരക്ടർ കൂടുതലായിരിക്കും. നോക്കൂ, പാരന്റൽ ക്യാരക്ടർ 98.7% ആണ്. അതുകൊണ്ട് റീകോമ്പിനേഷൻ വളരെ കുറവാണ്. 1.3% ഉള്ളൂ. രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടണമല്ലോ. ബോത്ത് മേക്ക് 100. രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടണം. ഇപ്പം 98.7 1.3. എന്നാൽ അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ക്രോസിൽ എന്തായിരുന്നു? ഐ കളർ ആൻഡ് വിങ് സൈസ്. ആ ജീനിന്റെ പ്രത്യേകത നോക്കണ. ആ ജീനുകൾ വളരെ ദൂരെയാ, അടുത്തല്ല. ചിത്രം കണ്ടില്ലേ? ദൂരെയാ നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ലിങ്കേജ് കുറവായിരിക്കില്ലേ? റീകോമ്പിനേഷൻ കൂടുതലായിരിക്കില്ലേ? ലുക്ക് ഹിയർ, പാരന്റൽ ക്യാരക്ടർ 62.8, റീകോമ്പിനന്റ് 37.2. നിങ്ങൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ് എന്ന് പറയരുത്. യു കമ്പയർ ലൈക്ക് ദിസ്. ഇത് നോക്ക്, 98.7 നിന്നത് 62.8 കുറഞ്ഞു. ഈ 1.3 നിന്ന് 37.2 കൂടി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ പാരന്റൽ ക്യാരക്ടർ കുറഞ്ഞു, റീകോമ്പിന്റെ നോൺ പാരന്റൽ ക്യാരക്ടർ കൂടി. കാരണം വേറൊന്നുമല്ല, ആ ജീനുകൾ ദൂരെയാണ്. അപ്പൊ ലിങ്കേജ് കുറഞ്ഞു. ഈ ഒരു ഫിസിക്കൽ അസോസിയേഷനെയാണ് ലിങ്കേജ് എന്ന വാക്ക് TH മോർഗൻ പറഞ്ഞത്. ലിങ്കേജ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? പാരന്റൽ ക്യാരക്ടർ ഉണ്ടാവുന്നത്. ലിങ്കേജ് കുറയുമ്പോഴാണ് നോൺ പാരന്റൽ ക്യാരക്ടർ ഉണ്ടാവുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ
ഈ ഒരു ജീൻ മാപ്പ് എന്നൊരു സംഭവം ഈ ആരുടെ TH മോർഗാന്റെ ഒരു സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റാർട്ട്വെന്റ്, TH മോർഗാന്റെ ഒരു സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റാർട്ട്വെന്റ് ഈ മാപ്പിംഗ് ചെയ്തിട്ടുണ്ട് ജീനുകളുടെ ലൊക്കേഷൻ. ഒരു ക്രോമസോമിൽ ജീനുകൾ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം മാപ്പ് ചെയ്തു. പക്ഷെ അത് ഒരിക്കലും ലിങ്കേജിനെ ബേസ് ചെയ്തിട്ടല്ല, റീകോമ്പിനേഷന്റെ പെർസെൻറ്റേജ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ആൽഫ്രഡ് സ്റ്റാർട്ട്വെന്റ് ജീൻ മാപ്പിംഗ് നടത്തിയത്. ഓക്കെ, നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തായിരുന്നാലും നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ആണ്. ഇത് നമ്മൾ എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ് ആണ്. എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ഹെൻകിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ എക്സ് ക്രോമസോം കണ്ടെത്തിയത്. എക്സ് ബോഡി, പിന്നീട് അതിന് എക്സ് ക്രോമസോം എന്ന് പേരിട്ടു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 4 ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കണം. ഇത് നിങ്ങൾക്ക് ചോദിക്കുക, ഒന്നുകിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദിക്കും. ഇത് മറ്റൊന്നിന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മെത്തേഡിന്റെ പേരെന്താ? ഫസ്റ്റ് വൺ ഈസ് XX X0 ടൈപ്പ് ഉണ്ട്, പിന്നെ XS XY ടൈപ്പ് ഉണ്ട്, ZZ ZW ടൈപ്പ് ഉണ്ട്, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് മെത്തേഡ് ഉണ്ട്. 4 മെത്തേഡാണ് പഠിക്കുന്നത്. ഇതിൽ ആദ്യത്തെ മെത്തേഡാണ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ മെത്തേഡിന്റെ പേര് XX X0 ടൈപ്പ്. എക്സാമ്പിൾ ഗ്രാസ് ഓപ്പർ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താ കാണാൻ പറ്റുക? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇവിടെ നിങ്ങൾ നോക്കൂ, X ആരാണ്? ഫീമെയിൽ ആണ്, ഫീമെയിൽ. XX ഫീമെയിൽ. പിന്നെയോ X0 മെയിൽ ആണ്. മെയിൽ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിക്കാം. XS ഫീമെയിൽ ആണ്, X0 മെയിൽ ആണ്. അപ്പൊ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ? ഇതിനകത്ത് നിന്ന് ഒരൊറ്റ ടൈപ്പ് ഗാമറ്റേ ഉണ്ടാവുള്ളൂ. ഒരു ടൈപ്പ്, അതായത് ഹോമോ ഗാമറ്റിക് ആണ് അർത്ഥം. ഹോമോ ഗാമറ്റിക് ആണ് അല്ലേ? ഇതെന്താ? ഫീമെയിൽ എഗ് ആണ്. എഗ് ഹോമോ ഗാമറ്റിക് ആണ്. എന്നാൽ അതേ സമയത്ത് മെയിലിൽ 2 ടൈപ്പ് സ്പേം ഉണ്ടാവും. അതായത് എക്സ് ഉള്ളതും ഉണ്ടാവും, ഒന്നും ഇല്ലാത്തതും ഉണ്ടാവും. എക്സ് ഉള്ളതും എക്സ് ഇല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ ഇവരാരാ? ഹെറ്ററോ ഗാമറ്റിക്. ഇത് സ്പേം. മനസ്സിലായല്ലോ? XX X0 ടൈപ്പിന് ഉദാഹരണം ആരാണ്? ഗ്രാസ് ഓപ്പർ ആണ്. ഇവിടെ ഫീമെയിൽ ഒറ്റ ടൈപ്പ് എഗ്ഗേ ഉണ്ടാക്കുള്ളൂ, ഹോമോ ഗാമറ്റിക് ആണ്. പക്ഷെ മെയിൽ 2 ടൈപ്പ് സ്പേം ഉണ്ടാക്കും. അതായത് 50% എക്സ് ഉണ്ടാവും, 50% എക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ XX ആരുണ്ടാവും? ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ XS ഫീമെയിൽ ഉണ്ടാവും, ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ മെയിൽ ഉണ്ടാവും. അപ്പൊ ആര് തീരുമാനിക്കും സെക്സ്? ആ കുഞ്ഞിന്റെ സെക്സ് തീരുമാനിക്കുന്നത് ആ മെയിലാണ്. കാരണം ആരാണോ ഹെറ്ററോഗാമറ്റിക് അവരാണ് സെക്സ് തീരുമാനിക്കുക. ഇതാണ് നമ്മൾ പറയുന്ന XX X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇത് ആരിലാണ് കാണുന്നത്? ഗ്രാസ് ഓപ്പറിലാണ്. അടുത്ത മെത്തേഡ് XX XY ടൈപ്പ് എന്ന് പറയും. എന്താ ഇതിനർത്ഥം? XX ഫീമെയിൽ, XX ഫീമെയിൽ, XS ഫീമെയിൽ എന്ന് പറയുമ്പോൾ പിന്നെ XY മെയിൽ, ഇത് മെയിലാണ്. അപ്പോൾ ഇവർ ഒരൊറ്റ ടൈപ്പ് ഗാമറ്റേ ഉണ്ടാക്കുള്ളൂ, അതായത് ഓവം അല്ലേ? ഫീമെയിൽ ഗാമറ്റ്, അത് ഓൺലി 1 ടൈപ്പ് ആണ്. അപ്പൊ അത് ഹോമോ ഗാമറ്റിക് ആണ്, ഹോമോ ഗാമറ്റിക് ഫീമെയിൽ. പക്ഷെ ഇവര് 2 ടൈപ്പ് എന്തുണ്ടാക്കും? സ്പേം ഉണ്ടാക്കും. അതായത് എക്സ് ഉള്ള സ്പേം ഉണ്ടാവും, Y ഉള്ള സ്പേം ഉണ്ടാവും. 2 ടൈപ്പ്. അവരാരാ? ഹെറ്ററോഗാമറ്റിക്. അപ്പം ഇവിടെയും മെയിൽ ഹെറ്ററോഗാമറ്റിക് ആണ്. ഇതിൽ ഇതും കൂടെ കൂടിച്ചേരുമ്പോൾ XX ഫീമെയിൽ ഉണ്ടാവും, ഇതും കൂടെ കൂടിച്ചേരുമ്പോൾ XY മെയിൽ ഉണ്ടാവും. ഹിയർ ഓൾസോ ദ മെയിൽ ഓർ ദ ഫാദർ ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ഫീറ്റസ്. കുഞ്ഞ് മെയിൽ ആവണോ ഫീമെയിൽ ആവണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫാദർ ആണ്, അല്ലെങ്കിൽ മെയിൽ ആണ്. ബിക്കോസ് മെയിൽ ഈസ് ഹെറ്ററോഗാമറ്റിക്. ഇതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ. ഇത് ആരിലൊക്കെയാ കാണുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡ്രോസോഫില ആൻഡ് ഹ്യൂമൻ. ഡ്രോസോഫിലയിലും ഫ്രൂട്ട് ഫ്ലൈയിലും മനുഷ്യനിലും കാണുന്ന എന്താണ്? ഒരു സെക്സ് ഡിറ്റർമിനേഷൻ ആണ് XX ഫീമെയിൽ, XY മെയിൽ മെക്കാനിസം. ഇതേപോലെ നിങ്ങൾ പഠിച്ചിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി.
അടുത്ത മെത്തേഡിന്റെ പ്രത്യേകം നോക്കൂ നിങ്ങൾ. ഇവിടെ ഇതുവരെ നമ്മൾ പഠിച്ചതിന് വ്യത്യാസമായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ സെഡ് മെയിലാണ്. ഇതുവരെ നിങ്ങൾ മെയിലൊക്കെ ഹെട്രോ പഠിച്ചത്, ഹെട്രോഗാമറ്റിക്. ഇവിടെ മെയിൽ ഹോമോഗാമറ്റിക് ആണ് അല്ലേ? മെയിൽ ഈസ് ഹോമോഗാമറ്റിക്. ഇനിയോ ZW ഫീമെയിൽ, ഫീമെയിൽ ZW ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇവരിന്ന് ഒറ്റ ടൈപ്പ് സ്പേമേ ഉണ്ടാവുള്ളൂ, ഒറ്റ ടൈപ്പ് സ്പേം, വെറും സെഡ് ഉള്ളത്. അപ്പോൾ ഇവരാരാ? ഹിയർ ഇറ്റ് ഈസ് ഹോമോഗാമറ്റിക്. മെയിൽ ഇവിടെ ഹോമോഗാമറ്റിക് ആണ് ആദ്യമായിട്ടാണ്. ഇനി ഇതോ ഫീമെയിൽ 2 ടൈപ്പ് ഓവം ഉണ്ടാക്കും. സെഡ് ഉള്ള ഓവം ഉണ്ടാവും, W ഉള്ള ഓവം ഉണ്ടാവും. അപ്പൊ ഇവിടെ ആരാ? ഫീമെയിൽ ഈസ് ആദ്യമായിട്ട് ഫീമെയിൽ ഈസ് ഹെട്രോഗാമറ്റിക്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കൂടാ? ഇത് രണ്ടും കൂടെ കൂടിച്ചേരുകയാണെങ്കിലോ സെഡ് മെയിലായി പോവും. ഇതുകൂടെ കൂടിക്കാണ് ZW ഫീമെയിൽ ആവും. ഇപ്പോൾ ഇവിടെ ആര് തീരുമാനിക്കും സെക്സ് ഓഫ് ദ ഫീറ്റസ്? ദ സെക്സ് ഓഫ് ദ ഫീറ്റസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫീമെയിൽ മദർ ഓൺലി. ഓവമാണ് തീരുമാനിക്കുന്നത്. ഈ കേസിൽ മാത്രം സ്പേം അല്ല, കാരണം ഫീമെയിൽ ഈസ് ഹെറ്ററോഗാമറ്റിക്. അപ്പോൾ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി കാണുന്നത് ആരിലാണ്? ഈ ഒരു മെത്തേഡിലാണ്. എക്സാമ്പിൾ ബേർഡ്സ് ആണ്. ഫീമെയിൽ ഹെറ്ററോഗാമറ്റി, ഫീമെയിൽ ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ഫീറ്റസ് ഇസ് ബൈ ബേർഡ്സ് ആണ് ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇത്രയും നിങ്ങൾ പഠിക്കുന്ന ഒരു മെത്തേഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നമ്മൾ അടുത്തത് മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. എന്താണ് മ്യൂട്ടേഷൻ? നിങ്ങൾക്കറിയാം, പലപ്പോഴും ക്യാൻസർ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് മ്യൂട്ടേഷന്റെ ഫലമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മ്യൂട്ടേഷൻ? അതായത് ഒരു DNA സീക്വൻസിൽ, DNA ആ ഒരു പ്രത്യേക അറേഞ്ച്മെന്റിൽ മാറ്റം വരുന്നത് കൊണ്ട് അതിന്റെ ജീനോടൈപ്പിനെയും ഫീനോടൈപ്പിനെയും അത് ബാധിക്കുന്നതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ഏതൊരു ഏജന്റ് ആണോ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത് അതിനെ മ്യൂട്ടാജൻ എന്ന് നമ്മൾ പറയും. അപ്പൊ മ്യൂട്ടേഷൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ദ ഫിനമിന ദാറ്റ് റിസൾട്ട് ഇൻ ദ ഓൾട്ടർനേഷൻ ഓഫ് DNA സീക്വൻസ്. DNA സീക്വൻസില് മാറ്റം വരുത്തുക. അതിന്റെ ഫലമായിട്ട് അതിന്റെ ജീനോടൈപ്പും ചേഞ്ച് ആവും, ഫീനോടൈപ്പും ചേഞ്ച് ആവും. ഇതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക അല്ലെ? ഹ്യൂഗോ ഡിവ്രിസ് ആണ് ഇതിനെ നമ്മൾ ഈ മ്യൂട്ടേഷൻ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓൾട്ടർനേഷൻ ദ DNA സീക്വൻസ്, DNA ആ ഒരു അറേഞ്ച്മെന്റിന് മാറ്റം വരിക, അതുവഴി ഇതിന്റെ ജീനോടൈപ്പും അതുവഴി ഫീനോടൈപ്പിനും മാറ്റം വരിക, അതാണ് മ്യൂട്ടേഷൻ. സാധാരണ ഇത്തരത്തിലുള്ള ക്രോമസോമൽ അബറേഷൻ ആണ് ക്യാൻസർ സെല്ലിൽ കാണുന്നത്. ഈ മ്യൂട്ടേഷൻ 2 രീതിയിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക, കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് പോയിന്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും ഉണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതായത് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബേസ് പെയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ ബേസ് പെയറിൽ. അതേ സമയത്ത് ബേസ് പെയേഴ്സിൽ വരുമ്പോൾ അത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. ഒരൊറ്റ നൈട്രജൻ ബേസിൽ വരുന്നതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിക്കിൾ സെൽ അനീമിയ. നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സിക്കിൾ സെൽ അനീമിയ GAG to GUG, GAG GUG. ആ എയും യു മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി രണ്ടും മാറിയിട്ടില്ല. ഒറ്റ ബേസ് പെയറിൽ മാറ്റം വരുന്ന ചേഞ്ച് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. എന്നാൽ ഒന്നിൽ കൂടുതൽ ബേസ് പെയർസിൽ ചേഞ്ച് വരുമ്പോൾ അതിന് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഏതൊരു ഏജന്റ് ആണോ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത് അവർ നമ്മൾ മ്യൂട്ടാജൻ എന്നാണ് പറയുക. മ്യൂട്ടാജൻ. ഓക്കെ, ഒരൊറ്റ പോയിന്റ് കൂടെ നമുക്കിതിന് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, നമ്മളെ ഡിസീസ് പാർട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു, ഈ ഡിസീസിനെ പ്രധാനമായും നമ്മൾ 2ആയി തിരിക്കാം. അത് ഒന്ന് മെന്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന ജീനുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന ക്രോമസോമുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമാണ്. ജീനുമായി ബന്ധപ്പെട്ട മെന്റേലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമുമായി ബന്ധപ്പെട്ട ക്രോമസോമൽ ഡിസോർഡേഴ്സും. ഇതിൽ ജീനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഒരാൾക്ക് വന്നാൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി അല്ല നമ്മൾ പഠിക്കുന്നത്. കാരണം ജീൻ ഈസ് എ ഹെറിഡിറ്ററി ഫാക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ പാരന്റിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്, അവർക്ക് അവരുടെ പാരന്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു മെന്റേലിയൻ ഡിസോർഡേഴ്സ്, ജീനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളെ പറ്റിയല്ല പഠിക്കുന്നത്,
അവരുടെ പാരൻസ് അവർ എത്രത്തോളം അവൈലബിൾ ആയിരിക്കുന്ന ജനറേഷൻ ഉണ്ടോ ആ ഒരു ഫാമിലി ട്രീ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയാം. അതായത് അനാലിസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ സെവറൽ ജനറേഷൻ ഇൻ ദ ഫാമിലി, അതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയാം. ഇത് നമ്മൾ സിമ്പിൾസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചില സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാ സിമ്പിൾ? ഇതുപോലെ വൈറ്റ് റോസ് കളറിലല്ല ഉണ്ടാവുക. അത് ഈ സ്ലൈഡിൽ കൊടുത്തു എന്നേ ഉള്ളൂ. വെറുതെ കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ അത് ഡിസീസ്ഡ് ആണ്. ഇതിൽ നോക്കൂ നിങ്ങൾ, ഈ സ്ക്വയർ കണ്ടാൽ അത് മെയില് അല്ലേ, സ്ക്വയർ കണ്ടാൽ മെയില്, റൗണ്ട് കണ്ടാൽ ഫീമെയില്, ഈ ഒരു ഡയമണ്ട് ഷേപ്പ് കണ്ടാൽ സെക്സ് അൺസ്പെസിഫൈഡ്. അതിന്റെ അർത്ഥം എന്താ? കൃത്യമായിട്ട് സെക്സ് പറഞ്ഞില്ല. ഒരച്ഛനും അമ്മയ്ക്കും 5 മക്കളുണ്ട്, എത്ര ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞില്ല, അതാണ് അർത്ഥം. പിന്നെ ഇതിനൊക്കെ ഷെയ്ഡ് ചെയ്താൽ അർത്ഥം എന്താ? ഇതൊക്കെ ഷെയ്ഡ് ചെയ്താൽ എഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്നാണ്, രോഗി എന്നാണ് അർത്ഥം, ഡിസീസ്ഡ് എന്നാണ്. ഷെയ്ഡ് ചെയ്താൽ രോഗിയാണ്. നമ്മൾ ഇതുപോലെ ഇപ്പം വരച്ചു, ഇങ്ങനെ വരച്ചാൽ അത് മെയിലാണ്, അതിൽ രോഗിയല്ല. പക്ഷെ ഇങ്ങനെ വരച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്താൽ അത് രോഗിയാണ്. ഓക്കെ, ആ അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ ചിഹ്നം കണ്ടോ, ഒരു മെയിലും ഒരു ഫീമെയിലും ഒറ്റ വര, അതാണ് മെയ്റ്റിംഗ്, അതായത് മാരേജ്. എന്നാൽ അടുത്ത് നോക്കൂ, ഇതിന്റെ അർത്ഥം 2 മാരേജ് നല്ല കേട്ടോ, അയാൾ 2 മാരേജ് ചെയ്തു നല്ല അർത്ഥം. ഒരു മെയിലും ഫീമെയിലും നമ്മൾ 2 വര വെച്ച് കാണിക്കുകയാണെങ്കിൽ അത് കോൺസാങ്ക്യൂനിയസ് മെയ്റ്റിംഗ് എന്ന് പറയും. ഓർ ദ മെയ്റ്റിംഗ് ബിറ്റ്വീൻ ഓർ മാരേജ് ബിറ്റ്വീൻ റിലേറ്റീവ്സിനെയാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടറിയാമല്ലോ, അതായത് മേലെ ഉള്ളത് ഫാദറും മദറും, താഴെയുള്ളത് കുഞ്ഞുങ്ങൾ. പിന്നെ അർത്ഥം എന്താ? അച്ഛനും അമ്മയ്ക്കും ഒരാൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ട് എന്നർത്ഥം. പാരന്റ്സ് എബവ് ആൻഡ് ചിൽഡ്രൻ ബിലോ, ഓർഡർ ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ആദ്യം ഇവിടെ ഉണ്ടായത് പെൺകുഞ്ഞാണ്, പിന്നെ ആൺകുഞ്ഞെന്ന അർത്ഥം. ഇനി അടുത്ത എന്താ കാണിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും രോഗമില്ല, പക്ഷെ ഒരു ആൺകുട്ടിയുണ്ട്, അതിന് രോഗമുണ്ട് എന്നാണ്. ഇത്തരത്തിലുള്ള പെഡിഗ്രി അനാലിസിസിലെ സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പെഡിഗ്രി അനാലിസിസിലെ സിമ്പിൾസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു ഡിസീസ് പ്രധാനമായും 2 രീതിയിലാണ്. ജീനുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ മെന്റേലിയൻ ഡിസോർഡേഴ്സ് എന്നും ക്രോമസുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ബോർഡ് എക്സാമിന്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എന്തൊക്കെയാണ് ഈ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളെന്നും നമുക്ക് നോക്കണ്ടേ. മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ഇത് കണ്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ജീനുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽ കിറ്റോൺ യൂറിയ ആൻഡ് തലാസീമിയ. ഇത്രയും നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് അല്ലാതെ മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടർണേഴ്സ് സിൻഡ്രോം ആണ് ക്രോമസോമൽ ഡിസോർഡർ ആയിട്ട് പഠിക്കുന്നത്. ഇതും 2ഉം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഒരു ഇത്തിരി ഇമ്പോർട്ടൻ്റ് കൂടുതൽ എന്തിനാണ്? ക്രോമസോം ഡിസോർഡർ ആണെന്നും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. എന്താണ്? ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മെന്റേലിയൻ ഡിസോർഡേഴ്സ് 2 രീതിയിലാവാം. ഒന്നുകിൽ എന്താവാം? ഓട്ടോസോമൽ ആവാം. ഓട്ടോസോമിനെ ബാധിക്കുന്നതാവാം. ഓട്ടോസോമൽ ഡോമിനന്റ് ആവാം. അല്ലെങ്കിൽ ഓട്ടോസോമൽ റിസസീവ് ആവാം, അല്ലെ? ഓട്ടോസോമൽ റിസസീവും ആവാം. ഓട്ടോസോമൽ ഡോമിനന്റ് ആവാം, ഓട്ടോസോമൽ റിസസീവ് ആവാം, അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡും ആവാം. അപ്പൊ അത് ഓട്ടോസോമിനെ അല്ല ബാധിക്കുക. സെക്സ് ലിങ്ക്ഡ് ആർക്കും ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. ഓട്ടോസോമൽ മെയിലിനും ഫീമെയിലിനും വരാം. അപ്പം ഓട്ടോസോമൽ ആവാം, സെക്സ് ലിങ്ക്ഡ് ആവാം, ഡോമിനന്റ് ആവാം, റിസസീവ് ആവാം, അങ്ങനെ ഉണ്ടാവാം. നമ്മൾ അത് ഏതാന്നുള്ള ആദ്യം പഠിക്കണം. ഓരോ എക്സാമ്പിളും എന്താന്ന് പഠിക്കുക. അതായത് ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ഇത് കളർ ബ്ലൈൻഡ്നെസ് ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. സെക്സ് ലിങ്ക്ഡ് ആണ്, എക്സ് ക്രോമസുമായി ബന്ധപ്പെട്ടതാണ്. അതുമല്ല അത് റിസസീവ് ഡിസോർഡർ ആണ്, ഡോമിനന്റ് അല്ല. നമ്മൾ ഈ പഠിക്കുന്ന ഉദാഹരണത്തിൽ
മസ്കുലാർ മയോട്ടോണിക് ഡിസ്ട്രോഫി ചോദിച്ച് ബാക്കിയൊക്കെ റിസസീവ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് ആണ്, അതുപോലെ തന്നെ റിസസീവ് ആണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ രോഗത്തിന്റെ പ്രത്യേകത? ഈ രോഗമുള്ള ആൾക്കാർക്ക് റെഡും ഗ്രീനും കൂടെ തിരിച്ചറിയാൻ പറ്റില്ല. റെഡ് ഗ്രീൻ ഡിസ്ക്രിമിനേഷൻ, അതായത് റെഡും ഗ്രീനും തിരിച്ചറിയാൻ പറ്റില്ല അവർക്കതൊരു പ്രത്യേക കളറായിട്ടാണ് തോന്നുക. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഇത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ എക്സ് ക്രോമസോമിൽ ഉള്ള ചില ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ എക്സ് ക്രോമസോമാണ് സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏകദേശം 8% മെയിലിലും 0.4% ഫീമെയിലിലും ഉള്ളൂ. അതായത് ഏകദേശം നിങ്ങൾ നോക്കിയാൽ കാണാം, ഏകദേശം എത്രയാ ഇത് 0.4, അതിന് 8% 8% മെയിലുണ്ടെങ്കിൽ 0.4% മാത്രം ഫീമെയിൽ. അപ്പൊ ഇത് കൂടുതൽ കാണപ്പെടുന്നത് മെയിലിലാണ്. കാരണം അത് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണ്. നിങ്ങൾ അത്ര പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് അതായത് ഫാദറിൽ നിന്ന് മകൾക്ക് കിട്ടി, മകളിൽ നിന്ന് മകന് കിട്ടുന്ന രോഗമാണ്. അപ്പൊ അമ്മയിൽ നിന്നാണ് രോഗം ഈ മകന് കിട്ടുന്നത്. മകൾക്ക് ഈ രോഗം ഉണ്ടാവണമെങ്കിൽ ഫാദറും കൂടെ കളർ ബ്ലൈൻഡോ ആവണം. അപ്പൊ അതുകൊണ്ട് ഫാദറിൽ നിന്നാണ് ശരിക്കും മകൾക്ക് കിട്ടുന്നത്, അമ്മയിൽ നിന്നാണ് മകന് കിട്ടുന്നത്. അമ്മ പലപ്പോഴും കാരിയേഴ്സ് ആയിരിക്കും. ഇതാണ് ഈ രോഗത്തിന്. അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ആണ്, റിസസീവ് ഡിസോർഡർ ആണെന്ന് പഠിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു സാധാരണ ഒരു ഫീമെയിൽ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നോർമലി ആരേ ഉണ്ടാവുള്ളൂ? നോർമലി മെയില് മാത്രമാണ് ഈ രോഗത്തിന് കൂടുതൽ ചാൻസ് ഉള്ളത്. ഫീമെയിലിന് വളരെ കുറഞ്ഞ ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഇതിന്റെ കാരിയേഴ്സ്? ഫീമെയിൽ ആസ് ദ കാരിയേഴ്സ്. അമ്മ ഇതിന്റെ രോഗവാഹിയാണ്, രോഗിയല്ല. അമ്മയ്ക്ക് രോഗം ഉണ്ടാവണമെന്നില്ല. അമ്മയ്ക്ക് എന്താണ്? കാരിയറാണ്. എന്നിട്ട് അവരുടെ മകന് രോഗം ഉണ്ടാവും. അതാണ് പറയുന്നത്. അമ്മ എന്താണ്? കളർ ബ്ലൈൻഡ് അല്ലെങ്കിലും അമ്മ ഒരു കാരിയർ ആണെങ്കിൽ പോലും അവരുടെ മകന് ആ രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഇത് നോക്കൂ നിങ്ങൾ. ഈ ഉദാഹരണമല്ല, വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അച്ഛൻ നോർമലാണ്. ഇത് കണ്ടോ, XY. അച്ഛൻ നോർമലാണ്, നോർമൽ ഫാദറാണ്, നോർമൽ ഫാദറാണ്. പക്ഷേ അമ്മ എന്താ? അമ്മ കാരിയറാണ്. ഞാൻ ഇങ്ങനെ എഴുതി, അമ്മ കളർ ബ്ലൈൻഡ് അല്ല, കാരിയറാണ്. ഇത് കാരിയർ മദർ. ഇത് കണ്ടോ, ഇവരിലും എന്തുണ്ടാവും? XC കാരിയർ ഫീമെയിൽ. ഇത് കാരിയർ ഫീമെയിൽ ആയ കുട്ടി ഉണ്ടാവും. ഇതൂടെ വരുമ്പോ XX നോർമൽ ഫീമെയിൽ ഉണ്ടാവും, അല്ലെ? ഇനി ഇതൂടെ കണ്ടോ, X. ഇത് കണ്ടില്ലേ? ഇതാരാ? ഇത് ഡിസീസ്ഡ് മെയിലാണ്, ഇത് നോർമൽ മെയിലാണ്, നോർമൽ മെയിൽ. അപ്പൊ നിങ്ങൾ നോക്കൂ, അച്ഛൻ നോർമൽ ആയിട്ട് പോലും അമ്മ രോഗിയല്ല, കാരിയർ ആയിട്ട് പോലും ആൺകുട്ടിക്ക് ഒന്നിന് രോഗമുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അച്ഛനിൽ നിന്നല്ല മകന് കിട്ടുന്നത്, അമ്മയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഒരു ഡോട്ടർ എപ്പോഴാണ്, പെൺകുഞ്ഞ് എപ്പോഴാണ് രോഗിയാവുക? അത് രോഗിയാവണമെങ്കിൽ ഫാദർ ഡിസീസ്ഡും ആവണം, അമ്മ അറ്റ്ലീസ്റ്റ് കാരിയറും ആവണം. ഫാദർ ഡിസീസ്ഡും ആവണം. അപ്പൊ ഫാദറിൽ നിന്നാണ് മകൾക്ക് ഈ രോഗം കിട്ടുന്നത്. ഇതൊരു സെക്സ് ലിങ്ക്ഡ് അല്ലെ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്ന സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് രോഗമില്ലാത്തത്. റിസസീവ് ആണ്, എല്ലാ ജനറേഷനും ഇല്ല. അതായത് അച്ഛന് രോഗമുണ്ടായിരുന്നു, അവരുടെ മകൾക്ക് രോഗമില്ല, മകൾ കാരിയർ മാത്രമാണ്. ആ മകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മകന് കിട്ടുന്നത്. അപ്പൊ മോളത്തെ ജനറേഷൻ ഉണ്ട്, F1 ഇല്ല, F2 അതാണ് റിസസീവ് എന്ന് നമ്മൾ പറയാം. ഇതേപോലത്തെ മറ്റൊരു രോഗമാണ് ഹീമോഫീലിയ എന്ന രോഗവും ഇതുപോലെ സെക്സ് ലിങ്ക്ഡ് ആണ്, സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ഹീമോഫീലിയ ഇസ് ഓൾസോ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. ഇതും ഒരു സെക്സ് ലിങ്ക്ഡ് ആണ്, റിസസീവ് ആണ്. അപ്പോൾ ആർക്കും ഉണ്ടാവില്ല, സ്ത്രീകൾക്ക് അത് ഉണ്ടാവില്ല, സ്ത്രീകളിൽ നിന്ന് അവരുടെ മകനും ഉണ്ടാവും. സെയിം പാറ്റേൺ ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ദർ ആർ ലോട്ട് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആർ ദർ ഇൻ അവർ ബ്ലഡ്. നമ്മളെ ബ്ലഡിനകത്ത് കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പലതും പ്രോട്ടീനാണ്. പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത് ജീനാണ്. അപ്പോൾ ജീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രോട്ടീൻ ഡിഫക്റ്റീവ് ആവും. അങ്ങനെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് തകരാറിലാവുന്ന
ചെറിയൊരു വൂണ്ട് വന്നാൽ പോലും ബ്ലീഡിങ് നിൽക്കാതെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേഞ്ചറസ് ആയ അവസ്ഥയാണ് ഹീമോഫീലിയ. ഇത് സ്ത്രീകൾക്കല്ല കൂടുതൽ വരുന്നത്, പുരുഷനാണ്. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ് ഹീമോഫീലിയ. ഇത് ആരിലാ വരിക? കാരിയർ ഫീമെയിൽ നിന്ന് മകനിലാണ് കിട്ടുന്നത് എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. അടുത്ത ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ബോർഡ് എക്സാം ഈസ് കൺസേർഡ്. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്ന് പറയും. ഇതൊരു ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. ഇതുവരെ നിങ്ങൾ പഠിച്ച രണ്ടെണ്ണവും സെക്സ് ലിങ്ക്ഡ് ആണ്, എന്നാൽ ഇത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഇവിടെ പുരുഷനും സ്ത്രീക്കും തുല്യ ചാൻസ് ആണ് ഉണ്ടാവാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സാധാരണ 3 ടൈപ്പ് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഒന്ന് നമ്മുടെ HbA എടുക്കാം. HbA ഇത് നോർമൽ പേഴ്സൺ ആണ്. ഈ നമ്മൾക്കൊക്കെ ഉണ്ടാവുന്ന ഇതാണ് HbA നോർമൽ ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ HbS. എസ് മീൻസ് മ്യൂട്ടേറ്റഡ് ആണ്. അപ്പൊ ഇയാള് ഇതാരാ? ഈ ആള് ഒരു കാരിയർ ആണ്. പക്ഷെ ഇത് മെയിൽ ആവാം ഫീമെയിൽ ആവാം, കാരണം ഓട്ടോസോമൽ അല്ലേ. പിന്നെ എന്ത് വരണം? അടുത്തത് HbS, 2 ഹീമോഗ്ലോബിനും 2 ചെയിനും മ്യൂട്ടേറ്റഡ് ആവുക. 2 ഹീമോഗ്ലോബിനും മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതാണ് ഡിസീസ്ഡ്. അപ്പൊ ഈ 3 കണ്ടീഷൻ പഠിക്കുക. HbA നോർമൽ ആണ്, HbS കാരിയർ ആണ്, അവർക്ക് രോഗമില്ല. HbS രണ്ടും മ്യൂട്ടേറ്റഡ് ആവുമ്പോഴാണ് ഡിസീസ്ഡ് ആവുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന പോയിന്റ്. കണ്ടോ, ഈ ഇത് നോക്കിയാൽ നിങ്ങൾ കാണാം. HbA നോർമൽ, HbS കാരിയർ ആൻഡ് HbS എഫക്റ്റഡ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതാ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതാണ് ഒരു പെഡിഗ്രി. ഈ ചിത്രം തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കടാ, ഇവിടെ മെയിലിന് ഈ അച്ഛനും അമ്മയ്ക്കും രോഗമില്ല. അച്ഛനും അമ്മയ്ക്കും രോഗമില്ല, രോഗം കാണുന്നില്ല. അതിൽ അമ്മ കാരിയർ ആയിരിക്കാം. പക്ഷെ അവരുടെ ആരിലുണ്ട്? അവരുടെ ഈ മകനും മകൾക്കും ഉണ്ട്. അപ്പൊ 2 പേർക്കും തുല്യമായി കാണുന്നുണ്ടെങ്കിൽ ഓട്ടോസോമൽ ആണ്. അതുപോലെ തൊട്ടു മുകളിലുള്ള പാരന്റ്സിന് ഇല്ല എങ്കിൽ റിസസീവ് ആണ്, കാരണം F1 ജനറേഷൻ ഇല്ല, F2 ഉണ്ടെന്ന് അർത്ഥം. ഇതും നിങ്ങൾ നോക്ക്, ഈ രോഗിയായ മകന് അവരുടെ പാരന്റ്സ് കണ്ടില്ലേ, ആ പാരന്റ്സിന് രോഗമില്ല. അപ്പോ നിങ്ങൾ നോക്കേണ്ട എത്രയേ ഉള്ളൂ, രോഗമുള്ള ആളുടെ പാരന്റ്സിന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഡോമിനന്റ് ആണ്. നിങ്ങൾ ഈ രോഗമുള്ള ആളുടെ പാരന്റ്സിന് രോഗമില്ലേ, അങ്ങനത് റിസസീവ് ആണ്. ഓക്കെ, അപ്പൊ ഇത് സിക്കിൾ സെൽ അനീമിയയുടെ ഒരു ഫ്ലോ ചാർട്ട്, ഒരു പെഡിഗ്രി ചാർട്ട് കാണിച്ചതാണ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ചിത്രമാണ് പഠിക്കേണ്ടത്. ഇത് തന്നിട്ട് എന്താണെന്ന് ചോദിക്കുക. ബോർഡ് എക്സാമിന് ചോദിക്കുന്നത് ഈ ചിത്രം തന്നിട്ട് ഇതിലേതാണ് നല്ലത്, ഏതാണ് മോശം എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിന്റെ ചിത്രമാണ്. ഈ ബീറ്റ ചെയിനിൽ 6th പൊസിഷനിൽ എന്താ ഉള്ളത് നോക്കൂ. ഇതിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വേണ്ടത്. കണ്ടില്ലേ, ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിന്റെ 6th പൊസിഷനിൽ എന്താണുള്ളത്? ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വേണ്ടത്. ഇതാണ് HbA എന്ന് പറയുന്ന നോർമൽ. ഇതാണ് HbA നോർമൽ ആണ്. അതേ സമയത്ത് നിങ്ങൾ നോക്കിയാൽ എന്ത് കാണാം? ഇതിന്റെ 6th പൊസിഷനിൽ വാലിൻ ആണ്. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡ് വേണ്ട സ്ഥാനത്ത് വാലിൻ എന്ന് പറയുന്ന മറ്റൊരു അമിനോ ആസിഡ് വരുമ്പോൾ അതാണ് മ്യൂട്ടേറ്റഡ് ആയ HbS എന്ന് പറയുന്നത്. അപ്പോൾ HbA നോർമൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നോർമൽ, ഏതാണ് മ്യൂട്ടേറ്റഡ് എന്ന് മനസ്സിലായോ? എങ്ങനെ മനസ്സിലാവും? 6th പൊസിഷൻ നോക്കുക, അതിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് നോർമൽ ആണ്. ആ സ്ഥാനത്ത് വാലിൻ ഉണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്. ഇവിടെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇത് GAG ആണ്, ഇത് GUG ആണ്. ഒറ്റ വ്യത്യാസം. ഇതാണ് നമ്മൾ നേരത്തെ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പഠിച്ചത്. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. GAG എന്തായി മാറുന്നു? GUG. GAG എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ കോഡാണ്. GUG എന്ന് പറഞ്ഞാൽ വാലിന്റെ കോഡാണ്. അപ്പോൾ ഈ ഒരു രോഗം, ഇതാണ് നമ്മൾ പറയുന്ന സിക്കിൾ സെൽ അനീമിയ. സത്യത്തിൽ നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനില് 6th പൊസിഷനില് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വേണ്ടത്. അതിനെയാണ് നമ്മൾ നോർമൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുക. എന്നാൽ ആ സ്ഥാനത്ത്
എന്ത് വരുന്നു? വാലിൻ എന്ന് പറയുന്ന മറ്റൊരു അമിനോ ആസിഡ് വരുമ്പോൾ അത് അബ്നോർമൽ ഓർ മ്യൂട്ടേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്. അതാണ് HbS എന്ന് പറയാം. ഇങ്ങനെ ഈ ഒരു GAGക്ക് പകരം GUG വരുന്ന ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ആണ് സിക്കിൾ സെൽ അനീമിയ. കണ്ടില്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അമിനോ ആസിഡ് ഗ്ലോബിൻ പ്രോട്ടീൻ റിസൾട്ട് ഡ്യൂ ടു സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ പോയിന്റ് മ്യൂട്ടേഷൻ അറ്റ് ദ 6th codon ഓഫ് ബീറ്റാ ഗ്ലോബിൻ GAG to GUG. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ. ഓക്കെ, ഈ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു മ്യൂട്ടേറ്റഡ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ കുറയുന്ന സമയത്ത് സിക്കിൾ പോലെ ആയി പോകും. അതാണ് ഇതിന് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അതായത് ഈ മ്യൂട്ടേറ്റഡ് HbS ഹീമോഗ്ലോബിൻ ഇല്ലേ, മ്യൂട്ടേറ്റഡ് ഹീമോഗ്ലോബിൻ ഈ എന്ത് നടക്കുന്നു? പോളിമറൈസേഷൻ നടക്കും ഓക്സിജൻ കുറയുമ്പോൾ. എന്നിട്ട് അത് സിക്കിൾ പോലെ അരിവാൾ നീണ്ടുപോകും. അതാണ് നമ്മൾ പറയുന്ന ഈ സിക്കിൾ സെൽ അനീമിയ. അടുത്തത് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഇത് നിങ്ങൾ പഠിക്കാൻ ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം ആണ്. ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം ആണ്. എന്താണ് ഇൻബോൺ എറർ? ജനിക്കുമ്പോഴേ മെറ്റബോളിസത്തിന് പ്രശ്നം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഞാനൊരു കാര്യം ചെയ്തു തരാം, ഇത് കൃത്യമായിട്ടൊന്ന് എഴുതി തരാം. ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾ. നമ്മളെ ശരീരത്തിൽ എപ്പോഴും ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് എന്തായിട്ട് മാറും? തൈറോക്സിൻ അല്ല, ടൈറോസിൻ എന്ന് പറയുന്ന ഇതൊരു ഫിനൈൽ അലനിൻ ഒരു അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ടൈറോസിൻ മറ്റൊരു അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഒരു ഫിനൈൽ അലനിൻ അമിനോ ആസിഡ് ടൈറോസിൻ അമിനോ ആസിഡായി മാറും. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ദിസ് ഈസ് കോൾഡ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഇവിടെ ഉണ്ട് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമാണ് ഈ കൺവേർഷൻ നടത്തുന്നത്. മനസ്സിലായല്ലോ? നമ്മളൊക്കെ ശരീരത്തിൽ ഈ കൺവേർഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഫിനൈൽ അലനിൻ എന്തായിട്ട് മാറില്ല? ടൈറോസിനായിട്ട്. ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ കൺവേർഷൻ നടക്കൂല. അതിന് പകരം എന്ത് സംഭവിക്കും? ഫിനൈൽ അലനിൻ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഫിനൈൽ പൈറൂവിക് ആസിഡ്. ഫിനൈൽ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. ഈ ഫിനൈൽ പൈറൂവിക് ആസിഡ് നമ്മളെ ബ്രെയിനിലും ജോയിന്റിലൊക്കെ അടിഞ്ഞുകൂടും. അപ്പോൾ മെന്റൽ റിട്ടാർഡേഷനും അതുപോലെ ജോയിന്റ് ഇൻഫ്ലമേഷൻ, ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാവും. ശരീരത്തിന് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു മോളിക്യൂൾ ആയതുകൊണ്ട് കിഡ്നി ഇതിനെ ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ കളയും. ഇതിനെയാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനൈൽ അലനിൻ ടൈറോസിൻ ആവുന്ന ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ജനറ്റിക് ഡിസോർഡർ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഇതൊരു എന്ത് രോഗമാണ്? ഇറ്റ് ഈസ് ആൻ ഓട്ടോസോമൽ റിസസീവ് ഡിസീസ്. ഇതവിടെ ഉണ്ടല്ലോ, ഓട്ടോസോമൽ റിസസീവ് ആണ്. സിക്കിൾ സെൽ അനീമിയ പോലെ തന്നെ ഓട്ടോസോമൽ റിസസീവ് ആണ് ഈ രോഗവും. പിന്നെ ഉള്ളത് തലാസീമിയാണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇത് ചെറിയ രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. തലാസീമിയ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം അല്ല, ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ആണ്. എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സിക്കിൾ സെൽ അനീമിയയ്ക്ക് ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ മാറ്റം വരികയാണ്. എന്നാൽ ഇവിടെ അതിൻ്റെ ഏതെങ്കിലും ആൽഫ ചെയിനിൻ്റെയോ ബീറ്റ ചെയിനിൻ്റെയോ എണ്ണം കുറയുന്ന അവസ്ഥയുടെ പേരാണ് തലാസീമിയ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ സിന്തസിസ് കുറഞ്ഞു പോകും. ഒന്നുകിൽ ആൽഫയുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ ബീറ്റയുടെ എണ്ണം കുറയും. അതിനനുസരിച്ച് തലാസീമിയയെ നമ്മൾ എന്ത് പറയും? ആൽഫ തലാസീമിയ അഥവാ ബീറ്റ തലാസീമിയ. കണ്ടില്ലേ? അതായത് റെഡ്യൂസ്ഡ് ദ റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് വൺ ഓഫ് ദ ഗ്ലോബിൻ ചെയിൻ. ഏതെങ്കിലും ഒരു ഗ്ലോബിൻ ചെയിൻ, ഏതർ ആൽഫ ചെയിൻ ഓർ ബീറ്റ ചെയിനിന്റെ എണ്ണം കുറയുന്ന അവസ്ഥ, സിന്തസിസ് കുറയുന്ന അവസ്ഥ, അതാണ് തലാസീമിയ എന്ന് പറയുക. അതിൽ ഏതാണോ കുറയുന്നത് അനുസരിച്ച് നമ്മൾ ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ എന്ന് പറയും. ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക,
അതിൽ ഓരോന്നിലും ഈ ആൽഫയും ബീറ്റയും തമ്മിലുള്ള വ്യത്യാസം ഏത് ക്രോമസോമാണ് ഏത് ജീനാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് HbA1 HbA2 ജീനിനാണ് പ്രശ്നം വരിക ആൽഫ തലാസീമിയയിൽ. അത് ക്രോമസോം 16 അത് ക്രോമസോം 16 HbA1 HbA2 എന്ന് പറയുന്ന രണ്ട് ജീനുകൾക്ക് പ്രശ്നം വരുന്നതാണ് ആൽഫ. എ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് ഓർമ്മിക്കുക. അതേ സമയത്ത് HbB എന്ന് പറയും, മനസ്സിലായില്ലേ? ബീറ്റ ഹീമോഗ്ലോബിൻ, അത് ക്രോമസോം HbB എന്ന് പറയുന്ന ആ ഒരു ക്രോമസോം, ആ ഒരു ജീൻ, അത് ക്രോമസോം 11 അതിന് പ്രശ്നം വരുമ്പോഴാണ് ബീറ്റ തലാസീമിയ ഉണ്ടാവുന്നത്. അതിൽ സിന്തസിസ് ഓഫ് ദ ബീറ്റ ഓർ ആൽഫ ചെയിനെയാണ് ബാധിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങളിവിടെ ഇതിനകത്തൊരു കാര്യം പഠിക്കണം. ഇതാണ് പഠിക്കേണ്ട പോയിന്റ്. അനയോപ്ലോയിഡി എന്ന വാക്കിന് അർത്ഥം എന്താ? അനയോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണയായിട്ട് നമ്മുടെ ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയില്ലേ, ആ ഡിപ്ലോയിഡ് നമ്പർ അതിനകത്ത് 1 കൂടുക, അല്ലെ 2 കൂടുക, അല്ലെങ്കിൽ 1 കുറയുക, അല്ലെങ്കിൽ ഈ യൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ആവുകയാണ്. N 2n ആവാണ്, 3n ആവാണ്, 4n ആവാണ്. പക്ഷെ അനയോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളെ ഡിപ്ലോയിഡ്, നമ്മൾ പറയുന്ന ഡിപ്ലോയിഡ് നമ്പർ ഇല്ലേ, 2n ഒരു ക്രോമസോം ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 2n 2 ക്രോമസോം ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. എടാ അപ്പൊ നമ്മൾ എന്ത് പറയാം? ഈ 2n+1 ആണ് അതിന്റെ അർത്ഥം എന്താ? ഒരു ക്രോമസോം ആഡ് ചെയ്താൽ അതിനെ ട്രൈസോമി എന്ന് പറയും. മനുഷ്യന്റെ കേസിൽ 2n 46 അതിനോട് 1 കൂടിയാൽ 47 ആവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2n+2 ആണെങ്കിൽ എന്ത് പറയും? ഡിപ്ലോയിഡിനോട് 2 ക്രോമോസോം ആഡ് ചെയ്യുമ്പോൾ 2 2 4 ടെട്രാസോമി എന്ന് പറയും. അപ്പൊ 46 ഉള്ളത് 48 ആവും. ഇനി ഒരെണ്ണം ഇത് തെറ്റാണ്, ഇവിടെ 1 ആണ് വേണ്ടത് കേട്ടോ. 2n-1 എന്താ പറയുക? ഇത് 2 അല്ല, 2n-1 ഡിപ്ലോയിഡിന് 1 കുറയുമ്പോൾ നമ്മൾ അതിനെ മോണോസോമി എന്ന് പറയും. അത് 45 ആവും. എടാ മനസ്സിലായില്ലേ? 2n 1 കൂടുമ്പോൾ ട്രൈസോമി എന്ന് പറയും, ട്രൈസോമി. 2n 2 കൂടുമ്പോൾ 2 2 4 ടെട്രാസോമി എന്ന് പറയും. ഇനി 2 1 കുറയുമ്പോൾ 2 - 1 1 മോണോസോമി എന്ന് പറയും. 2n-2 നല്ലിസോമി. ഇങ്ങനെയാണ് പേരുകൾ ഉള്ളത്. ഓക്കെ, ഇതാണ് അനയോപ്ലോയിഡ്. ഈ ട്രൈസോമിയും മോണോസോമിയും നമുക്ക് ക്രോമസോമൽ ഡിസോർഡർ ആവശ്യമുണ്ട്. ആദ്യത്തെ ഡിസോർഡറിന്റെ പേരെന്താ? ദിസ് ഈസ് കോൾഡ് ഡൗൺ സിൻഡ്രോം. എന്തുകൊണ്ടാണ് ഇതിനെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്? ലാങ്ഡോൺ ഡൗൺ, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എണ്ണം ഇനി ലാങ്ഡോൺ ഡൗൺ എന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയത് കൊണ്ടാണ്, ഡോക്ടർ കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതൊരു ട്രൈസോമിയാണ്. എന്തായിരിക്കും ട്രൈസോമി എന്ന് പറഞ്ഞാൽ? ട്രൈസോമി ഓഫ് 21st ക്രോമസോം എന്ന് ഞാൻ പറയും. ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം എന്ന് ഞാൻ ഇതിനെ പറയും. എന്തുകൊണ്ടാണ് ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം എന്ന് പറയുന്നത്? 21ാമത്തെ ക്രോമസോമിൽ സാധാരണ ഒരു പേരല്ലേ ഉണ്ടാവുക, അതിൻ്റെ കൂടെ 1 കൂടെ കൂടും. അപ്പോൾ അവിടെ 3 എണ്ണം ഉണ്ടാവും. 21ാമത്തേല് 3 ഒരു സെറ്റിൽ 2 എണ്ണല്ലേ ഉണ്ടാവുക, പക്ഷെ 21ാമത്തെ സെറ്റില് 3 എണ്ണം ഉണ്ടാവും. അപ്പൊ 46 + 1 ടോട്ടൽ നമ്പർ 47 ആവും. ഇതാണ്. അപ്പൊ എന്താ വരിക? ഇവിടെ നമ്മൾ ഓട്ടോസോം, അതായത് 44A അതാണ് ഓട്ടോസോം, പ്ലസ് XY ഇതാണ് നോർമൽ, ഇത് നോർമൽ. 44A + XX ഫീമെയിൽ, ഇതല്ലേ നോർമൽ. അതിന് പകരം എന്താവും? ഈ 44 ഉള്ളത് 45A + XY ആവും, മെയിൽ. അതുപോലെ 44A ഉള്ളത് 45A + XS ഫീമെയിൽ ആവും. ഇതാണ് രോഗം. അപ്പം 45A + XX ഫീമെയിലും 45A + XY മെയിലുമാണ് ഈ രോഗിയുടെ ജീനോടൈപ്പ് വരിക. 40 ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഈസ് 47. ഇതാണ് അപ്പോൾ ട്രൈസോമി ഓഫ് ദ 21st. ഇത് ഓട്ടോസോമൽ ട്രൈസോമിയാണ്. 21st ക്രോമസോം ഓട്ടോസോമ. അതുകൊണ്ടാണ് ഇത് പുരുഷനും സ്ത്രീക്കും വരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കൂ. ഷോർട്ട്, ശ്രദ്ധിക്കുക, ഷോർട്ട് സ്റ്റാറ്റുവേർഡ് അല്ലെ, സ്മോൾ, ചെറിയ ആൾക്കാർ, ചെറിയ ഹെഡ്, പിന്നെ
പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്, വായ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ, സൈക്കോമോട്ടോർ, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും. അതാണ് ഡൗൺ സിൻഡ്രോം. ഈ ചിത്രത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് കാണാം. ഈ ചിത്രം തന്നിട്ട് ഇതാ 21-ാമത്തേൽ മാത്രം നോക്ക് നിങ്ങൾ. 21-ാമത്തേൽ മാത്രം 3 ഉണ്ട്, ബാക്കിയൊക്കെ 2 പേര്. അപ്പോൾ ടോട്ടൽ നമ്പർ 46 + 1 47 വരും. ഇതാണ് ഡൗൺ സിൻഡ്രോം. അടുത്തത് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ആണ്. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നമ്മൾ ഒരു ഡോക്ടർ കണ്ടുപിടിച്ച ഡോക്ടറുടെ പേരാണ്. ലാങ്ഡോൺ ഡൗൺ കണ്ടെത്തിയത് കൊണ്ട് നമ്മൾ അതിനെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം ആണ്. ഓട്ടോസോമൽ ട്രൈസോമിയാണ്. അതുകൊണ്ട് തന്നെ മെയിലിനും ഫീമെയിലിനും അത് വരും. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം മീൻസ് 47. ഓട്ടോസോമിലാണ്, അതാണ് 44 45 ആയത്. എന്നാൽ ഇവിടെ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം അല്ലേ, ഹാരി ക്ലൈൻഫിൽട്ടർ എന്ന സയന്റിസ്റ്റ് ഡോക്ടർ കണ്ടെത്തിയത് കൊണ്ടാണ് ഈ പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ട്രൈസോമി ഓഫ് ദ സെക്സ് ക്രോമസോം ആണ്. എന്താണ് ഇതിന് കാരണം? ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം. ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ഇൻ മെയിൽ. മെയിലില് സെക്സ് ക്രോമസോം ഒന്ന് കൂടുക. അപ്പൊ സാധാരണ മെയിൽ എങ്ങനെയാ വരിക? 44A + XY ആണ് നോർമൽ. നോർമൽ മെയിൽ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ? ഈ രോഗമുള്ള മെയിലിന് 44 മാറ്റമില്ല, കാരണം ഓട്ടോസോം സെയിം ആണ്. പക്ഷേ ഒരു എക്സ് കൂടുതൽ വന്നു. 44A പകരം അത് സെയിം, പക്ഷെ XY പകരം XY വന്നു. ഇതാണ് ഡിസീസ്ഡ്. അപ്പൊ ഇവരുടെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ വരിക 44A + XXY. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 47 തന്നെയാ. പക്ഷെ ഓട്ടോസോമിൽ അല്ല. ഇതാരിലാ വരുന്നത്? ഓട്ടോസോമിൽ അല്ല ഇത് വരുന്നത്. ഇത് സെക്സ് ക്രോമസോം ആണ്. ഇത് മെയിലാണ്. കണ്ടില്ലേ? ടോട്ടൽ നമ്പർ കാരിയോടൈപ്പ് ഈസ് 47 വിത്ത് XXY. ആക്ച്വൽ കോമ്പിനേഷൻ 44A + XXY. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഈസ് 47. ഇവരുടെ പ്രത്യേകത, ഇവര് മെയിലാണ്. മെയിലിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. നല്ല മസ്കുലാർ ബോഡിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർക്ക് ടെസ്റ്റിസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒക്കെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. പക്ഷേ ഗൈനക്കോമാസ്റ്റിയ, ബ്രസ്റ്റ് ഫോർമേഷൻ ഇൻ മെയിൽ വരും. ഇവര് മെയിലാണ്. മെയിലിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയ ബ്രസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. അതിനാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇവർ സ്റ്റെറൈലാണ്. ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, സ്റ്റെറൈലാണ്. ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. 44A + XXY ആണ് അതിന്റെ കാരിയോടൈപ്പ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 47 ആണ്. ഓക്കെ, ദേ ആർ മെയിൽ. നമുക്ക് അവസാനമായി ഏറ്റവും കൂടെ പറയാനുണ്ട്, ദാറ്റ് ഈസ് ടർണേഴ്സ് സിൻഡ്രോം. ഹെൻറി ടർണർ എന്നൊരു ഡോക്ടർ കണ്ടെത്തിയത് കൊണ്ടാണ് ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുക. ഇതെന്ന് പറഞ്ഞാൽ മോണോസോമിയാണ് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം. മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ ഒരു എക്സ് ക്രോമസോം മിസ്സിംഗ് ആണ്. അപ്പൊ അത് സ്ത്രീക്കേ വരുള്ളൂ. നോർമൽ സ്ത്രീ എന്താ? 44A + XX ആണ് നോർമൽ. ഈ രോഗമുള്ളത് 44A. ഓട്ടോസോമിന് മാറ്റമില്ല, പക്ഷേ X0. ഇതാണ് ഡിസീസ്ഡ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 45 ഉള്ളൂ. 46 ഒന്ന് കുറവാണ്. സോ ഇറ്റ് ഈസ് എ മോണോസോമി. സോ ടർണേഴ്സ് സിൻഡ്രോം ഈസ് എ മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ. ദ വിക്ടിംസ് ആർ ഫീമെയിൽ. ഇതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 46 ഉള്ളത് ഒന്ന് കുറവാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 45. 44 ഓട്ടോസോം, 44A + X0. ഇത് വിക്ടിം ആരാണ്? സ്ത്രീയാണ്, ഫീമെയിൽ ആണ്. പക്ഷെ ഫീമെയിൽ ക്യാരക്ടർ കുറവായിരിക്കും. അതായത് എന്താ വരിക നോക്കൂ, ഓവറി റുഡിമെന്ററി ഓവറി, ബ്രസ്റ്റ് ഒക്കെ അണ്ടർ ഡെവലപ്ഡ് ആണ്. മെൻസ്ട്രൽ സൈക്കിൾ, ഓവുലേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഡിസീസ് പാർട്ട് ഒന്ന് കാര്യമായി നോക്കിക്കൊണ്ട് പരീക്ഷ എഴുതണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചു ആശംസയോട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.